എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എൻ്റെ പേര് ആശാലക്ഷ്മി. ഹാപ്പിനെസ് മാസ്റ്ററിയിലെ ഒരു അംഗമാണ്. അതുപോലെ സാറിൻ്റെ സ്റ്റുഡൻ്റാണ്. സാറിൻ്റെ പ്രധാനപ്പെട്ട കോഴ്സുകളായ ജേണി ടു ഹാപ്പിനെസ്, ലോ ഓഫ് അട്രാക്ഷൻ, ഹിപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മണി മാനിഫെസ്റ്റേഷൻ, ഈ കോഴ്സുകളൊക്കെ ചെയ്ത ഒരാളാണ്. ഇപ്പോൾ സാറിൻ്റെ പ്രധാനപ്പെട്ട കോഴ്സുകളിൽ ഒന്നായ ആം ദി കോച്ച് എന്ന കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട ദിനേശ് സാറിൻ്റെയും ഭാര്യ ശ്രീലേഖ മാമിൻ്റെയും വിവാഹ വാർഷിക ദിനമാണ്. ഈ സന്തോഷ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തുകൂടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഒരു കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പരസ്പരമുള്ള സ്നേഹം, വിശ്വാസം, അതുപോലെ പരസ്പരം ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്, പരസ്പര ബഹുമാനം, ഇവയൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന രണ്ട് വ്യക്തിത്വങ്ങളുടെ ഉടമയാണ് ശ്രീലേഖ മാമും ദിനേശ് സാറും. നമ്മുടെ ഇന്നത്തെ ഈ സെലിബ്രേഷനിലേക്ക് ശ്രീലേഖ മാമിനെയും നമ്മുടെ പ്രിയപ്പെട്ട ദിനേശ് സാറിനെയും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ പറയണം. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള, എല്ലാവരുടെയും സന്തോഷം കണ്ടു ഇന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സന്തോഷം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു സന്തോഷം ഞങ്ങളും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇത്രയും കാലം എല്ലാവരും കൂടെയുണ്ട്, പക്ഷെ ഒരു ആശംസയൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തായിരുന്നു. ഓരോ ആളും വിടാതെ ആശംസകൾ അറിയിച്ചു. വളരെ സന്തോഷം തോന്നിയ നിമിഷമാണ്. എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതിപ്പോ ഇവിടുന്ന് പറയുന്ന കുറച്ചാണെന്നൊന്നും കരുതണ്ട. ഇതിന്റെ പിന്നിൽ നിന്ന് കുറെ സംസാരിക്കുന്ന ആളാണ്. ഇപ്പം നിങ്ങൾ ക്യാമറയിൽ വന്നപ്പോ മാത്രമാണ് കുറച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ട കുറച്ച് സംസാരിക്കുന്ന ആളൊന്നുമല്ല. എന്റെ പിന്നിലെ ചരട് വലി മുഴുവൻ ഇവിടെ നിന്നാണ്. കഴിഞ്ഞ 21 വർഷമായി 21 വർഷമായി ഞങ്ങൾ നേരത്തെ ചോദിച്ചില്ല ആൾക്കാർ എത്ര വർഷമായിരുന്നു. 21ാമത്തെ വർഷമാണ്. ജീവിതം എങ്ങനെയാ പറയണ്ടേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നും എനിക്കറിയാം, ഈ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നു, കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നത് കുടുംബം എന്ന് പറയും. പക്ഷെ ഞങ്ങളെ ജീവിതത്തിൽ ഈ വന്ന വഴികളിലൊക്കെ പലപ്പോഴും പല രീതിയിൽ നമ്മൾ കുടുംബമാകുമ്പോഴുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും, പറയും, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എത്ര നാൾ കൂടെ ഉണ്ട് എന്നതിനേക്കാളും പ്രാധാന്യം എത്ര കണ്ട് അടുക്കുന്നു എന്നുള്ളതാണ്. ഓരോ ശ്വാസനിശ്വാസങ്ങളിലും കൂടെ നിൽക്കുക, ഓരോ ശ്വാസനിശ്വാസം അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. അതനുഭവിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഏതൊക്കെ എവിടെയൊക്കെയുള്ള ബന്ധങ്ങളിലുണ്ട് എന്ന് മനസ്സിലാവുന്നത്. പലപ്പോഴും നമ്മൾ ഈ യാത്ര, ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ പലപ്പോഴും ഒരുപാട് ഞാനതൊരു നീണ്ട പ്രഭാഷണത്തിന് തുനിയുന്നില്ല ഇപ്പോ. കാരണം പലപ്പോഴും നമ്മളെ കുട്ടികൾ ഇപ്പോൾ ആരും കല്യാണം കഴിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ബന്ധമായിരിക്കും നമ്മൾ. കാരണം അന്ന് ആ ഒരു പ്രായത്തിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കണം, ഒന്ന് ജീവിതത്തെ എവിടെയെങ്കിലുമൊക്കെ കരയിലെത്തിക്കണം എന്നുള്ള ഒരു വ്യഗ്രതയിലായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. ആ സമയത്താണ് പൊതുവെ നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് ഒരു കുടുംബം സ്ഥാപിക്കാനുള്ള തത്രപ്പാടിലായിരിക്കും. അത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമ്മുടെ കുട്ടികളൊക്കെ ആവും. പിന്നെ ഉള്ള ചിന്ത മുഴുവൻ ആ കുട്ടികളെ എങ്ങനെ കൃത്യമായി വളർത്തണം, അവർക്ക് എല്ലാ സൗകര്യങ്ങൾ കൊടുക്കണം. അപ്പൊ അവരിലേക്ക് ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യും നമ്മൾ. അത് കഴിഞ്ഞ് ഒരു പരിധിയിലേക്ക് അവരൊരു പറക്കമുട്ടി എന്ന് പറയില്ല, അവര് സ്വന്തമായിട്ട് അവരെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിലേക്ക് ഉൾവലിയുന്നത്. ആ ഉൾവലിയിൽ പലർക്കും പല രീതിയിലാണ് സംഭവിക്കുക. ചിലർക്ക് അവരത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. മറ്റു ചിലർ അവർ പരസ്പരം ഡീപ്പ് കണക്ഷനിലേക്ക് പോകും. ഈ ഒരു റിലേഷൻ എപ്പോഴാണോ നമ്മൾ അറിയുന്നത്, പിന്നെയാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുക. ഇത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഈ റിലേഷൻഷിപ്പിലും ബന്ധങ്ങളിലും. ആ സമയത്ത് നമ്മൾ ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ജീവിതം സംഭവിക്കുന്നത്. ഞാൻ എന്റെ ജീവിതത്തെ മനസ്സിലാക്കിയത് ആ ഒരു യാത്ര മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പിന്നെ ജീവിതം ഈ പറഞ്ഞ പോലെ വയസ്സും പ്രായവും ഒന്നും അവിടെ യാതൊരു ബന്ധവും ഉണ്ടാവില്ല, ഒരു കണക്ഷൻ ഇതും ഉണ്ടാവില്ല.
അങ്ങനെ അങ്ങ് യാന്ത്രികമായി ഇങ്ങനെ നമുക്ക് എന്താ പറയുക ഒരു ഒഴുകി ഒഴുകി പോകും. അതാണ് ആവശ്യം. അപ്പൊ ആ ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സർവേശ്വരന്റെ കൃപ എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതാണ് അതിന് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഇന്ന് ഞങ്ങൾ ഒരിക്കലും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ 20ാമത്തെ വെഡിങ് ആനിവേഴ്സറി ശരിക്കും പറഞ്ഞാല് ഇവിടെ ഈ സമയത്ത് വൈഫ് നാട്ടിൽ, ഞാൻ ഇവിടെയായിരുന്നു. കാരണം വെച്ചാൽ മക്കളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി ഒരു 12 മാസം നാട്ടിലായിരുന്നു. അപ്പൊ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തില്ല. നമ്മൾ വേണ്ട സെലിബ്രേഷൻ, കാരണം ഈ വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ വലിയൊരു സെലിബ്രേഷൻ ആക്കുന്നതൊന്നും എനിക്ക് വലിയ താല്പര്യം എന്നുള്ള കാര്യമില്ല. ഞാൻ പറയാറുണ്ട്, എന്തിനാ അതിന്റെ ആവശ്യം? എപ്പോഴും നമ്മൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ ഊഷ്മളമായാൽ മാത്രം. പക്ഷെ ഇതിപ്പോ ഒരു ആകസ്മികമായിട്ടാണ്, ഇപ്പോൾ ജീവിതം മാറുന്ന ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ്. ഇന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, എത്രായിരം ആൾക്കാരാണ് വിശ്വസ് എന്ന് വന്നത്. എത്രായിരം ആൾക്കാരുടെ വിശ്വസാണ്. വാട്സപ്പ് ഇങ്ങനെ ചിലപ്പോൾ വാട്സപ്പ് നോക്കിയിട്ട് ഇത് എന്താ സംഭവം എന്നില്ല, അത്രയും വിശ്വസ് ആ യൂട്യൂബില് ഫേസ്ബുക്കില് ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ ശരിക്കും 21ാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഒന്നും നമ്മൾ പറയാണ്ട്. 25ഒക്കെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ആൾക്കാർ 25ഒക്കെ ഈസി ആയിട്ട് കടന്നു പോകും. പക്ഷേ 50ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം ആലോചിച്ചിട്ടാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. 50ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. പക്ഷെ എന്നാലും ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യം, എനിക്കൊരു അവാർഡ് എത്രയും പെട്ടെന്ന് തരണം. ഞാൻ എല്ലാവരോടും കേൾക്കുന്നവരോടും ഇതിനു പറ്റിയ അവാർഡ് കമ്മിറ്റി ഉണ്ടോ അവരോട് ഇപ്പോഴത്തെ റിക്വസ്റ്റ് ചെയ്യാണ്, എനിക്കൊരു അവാർഡ് തരണം. എന്തിനാന്ന് ഇങ്ങനെ എന്താ പറയാ, ഇത്രയും സന്തോഷകരമായ ജീവിതം നയിക്കാൻ സർവേശ്വരന്റെ കൃപയുണ്ടായത്. നന്ദി മാത്രമേ ഉള്ളൂ. കാരണം നന്ദി എന്ന് മാത്രം ഒരു വാക്ക് മാത്രം പറഞ്ഞു നിർത്തുന്നു, അതിനപ്പുറം പറയാൻ പറ്റില്ല. ഈ എന്റെ എന്താ പറയാ അമ്മ, അതുപോലെ തന്നെ ഇവരുടെ അച്ഛൻ, അമ്മ, ഇവരുടെ എല്ലാവരും ഒരു ബ്ലെസ്സിങ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛൻ എന്നിപ്പോ വിളിച്ചില്ല, വിളിക്കാൻ പറഞ്ഞു. അവരുടെ ബ്ലെസ്സിങ് ആണ് പ്രധാനമായിട്ടും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ അമ്മയെ സംബന്ധിച്ച് ഏറ്റവും എനിക്ക് തോന്നുന്നത്, എൻ്റെ 4-5 ജ്യേഷ്ഠന്മാരെ ഭാര്യമാരെയൊക്കെ അവരൊക്കെ ഉണ്ടാകുമ്പോഴും ഏറ്റവും ഉള്ളതെന്ന് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു ഞാൻ പറയാറുണ്ട്. ഇപ്പൊ ബാക്കിയുള്ളവർ അവരെങ്ങനെ പറയുന്നത് എനിക്ക് പറയാം, എനിക്കങ്ങനല്ല പറയാൻ താല്പര്യം. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഓരോ ആൾക്കും ഇന്ന് സംസാരിക്കേണ്ട ദിവസമാണ്. നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഹാപ്പിനെസ് മാസ്റ്ററിയിൽ നിന്ന് വന്ന് എൻ്റെ കൂടെ ഉള്ള യാത്രയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഉൾക്കൊണ്ട ആ ഒരു കാമ്പ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് കിട്ടിയത്, അതാണ് ഞങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന്. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ മാറിയിട്ടുണ്ടോ, എന്തെങ്കിലും ഗുണപരമായി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കുടുംബജീവിതത്തിലായാലും മറ്റു കാര്യങ്ങളായാലും എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഇന്ന് നിങ്ങൾക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് നിങ്ങളുടെ ഓരോ ആളുടെയും കാര്യങ്ങൾ സംസാരിക്കാം. കാരണം അതായിരിക്കട്ടെ ഏറ്റവും വലിയ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത എന്തെങ്കിലും നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇറ്റ്സ് എ ലോങ് ജേർണി. ഞാൻ പറഞ്ഞില്ല, 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു നമ്മളിൽ നിന്നും? എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഐ ഷുഡ് കോൺട്രിബ്യൂട്ട്, ഞാൻ എന്ത് സമൂഹത്തിന് വേണ്ടി ചെയ്യണം, അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വെക്കുന്ന റിക്വസ്റ്റ്. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകും. താങ്ക് യു വെരി മച്ച്. ഇത്രയും ആൾക്കാർ പങ്കെടുത്ത എല്ലാവരോടും നന്ദി. നമുക്ക് ഒരു കേക്ക് കട്ടി അല്ലേ? യെസ്, കട്ടിയട്ടെ. നിങ്ങളുടെ വിത്ത് ഓൾ യുവർ പെർമിഷൻ മോനെ വിളിക്കും. മോനൊരു കേക്കൊക്കെ മേടിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതിന്റെ കൂടെ നിൽക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് ഇവിടെ വെക്കാം. നിങ്ങൾ സൂമിലൂടെ ഈ സാധനം കഴിക്കുക. അപ്പൊ നാളെ യൂട്യൂബ് കാണുന്നവർ നിങ്ങൾ എല്ലാവരും യൂട്യൂബിലൂടെ ഈ സാധനം കൂടെ കഴിക്കുക. ഇത്രയും പറയാൻ പറ്റുള്ളൂ അല്ലെ? കട്ട് കാണാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാം? കാണാൻ പറ്റും. നീ ആ ഒരു ഇതെടുത്തോ. ഇരുന്നിട്ട് തന്നെ കട്ട് ചെയ്തോ സർ, ഇരുന്നിട്ട് തന്നെ കട്ട് ചെയ്തോളൂ. മോളില്ല, മോള് നാട്ടിലാ. മോള് സ്കൂളിൽ പോയി, അവള് ഹോസ്റ്റലാ. ഇതിലെല്ലാവരും നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട്. ഇവനാണ് നമ്മുടെ മൂത്ത സന്തതി. നിങ്ങൾ ആരും ഇവനെ കണ്ടിട്ടില്ല, ലൈവ് പ്രോഗ്രാമിൽ എവിടെയും വന്നിട്ടില്ല. നാളെ ദുബായിൽ കാണാം. ഇവനാണ് ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾ. അപ്പൊ എല്ലാവരുടെ പെർമിഷനോട്
ഞാൻ പിടിക്കാൻ നീ കെട്ടി ഉം. ആ പിടിച്ച് പിടിച്ച്. അങ്ങനെ കൊടുത്താൽ ആണെന്ന്. കുറച്ച് മുമ്പിൽ. പാട്ട് വെക്കണം. ഹാപ്പി ബർത്ത്ഡേ അല്ല സോറി, ഹാപ്പി ബർത്ത്ഡേ അല്ലല്ലേ, വെഡിങ് വെഡിങ് ആനിവേഴ്സറി, വിവാഹ വാർഷികാശംസകൾ. വിവാഹ വാർഷിക. താങ്ക് യു ഓൾ. ഇതപ്പോ എല്ലാവർക്കും വേണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് എടുത്തോളൂ. എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ. നമ്മുടെ സെലിബ്രേഷനിൽ ഓരോ പീസ് എല്ലാവരും കഴിക്കണം കേട്ടോ. അത്രയൊക്കെ പറ്റും. താങ്ക് യു സാർ. ഇപ്പം ഒരു 100ാമത്തെ വിവാഹ വാർഷികവും നമുക്ക് ഇതുപോലെ ആഘോഷിക്കണം. എല്ലാവിധ സ്നേഹവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ ആൾക്കും സംസാരിക്കാണ്ട് സംസാരിച്ചോട്ടെ. ഓക്കെ. രാധ നമ്മുടെ രാധ മാം. ഒരു മിനിറ്റ്, ഞാൻ റിമൂവ് ആവുന്നേ. അവരെ ഹൈലൈറ്റ് ചെയ്തോളൂ. അറിയോ, ഞാൻ സ്പോട്ട് ലൈറ്റ് ചെയ്യാം. അവിടെ രാധാമ അവിടെ അൺമ്യൂട്ട് ചെയ്തോളൂ. രാധ മാം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ആ. ഓക്കെ. നമസ്തേ. നമസ്തേ സാർ. നമസ്തേ ശ്രീ. നമസ്തേ. ഇത്രയും സന്തോഷമുള്ള ഒരു മുഹൂർത്തം സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ സാറിന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ സാറിന്റെ വിവാഹ വാർഷിക സെലിബ്രേഷനാണ് നടക്കുന്നത്. എങ്ങനെ ആശംസകൾ നേരണമെന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ കഴിവിൻ്റെ പരിമിതി ഉപയോഗിച്ചിട്ട് ഞാൻ ആശംസിക്കുന്നു. രണ്ടുപേർക്കും ഐക്യത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ ഇനിയും ഒരുപാട് വർഷങ്ങൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ സർവേശ്വരൻ എന്നും 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 അനുഗ്രഹിക്കട്ടെ. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നും എനിക്ക് പറയാനില്ല സാർ. സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം എനിക്ക് സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സാറ് എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള മാറ്റങ്ങള് വേറെ ഒന്നിനും ഈശ്വരൻ എനിക്ക് കുറവ് തന്നിട്ടില്ല. പക്ഷെ ഇപ്പോ സാർ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മോൻ എല്ലാവരും മെഡിറ്റേഷനിലേക്ക് ഫുൾ ടൈം മെഡിറ്റേഷനാണ് ഇപ്പൊ. എൻ്റെ മോന്റെ 2 കുഞ്ഞുങ്ങള് വരെ 3.5 വയസ്സായ മോള് വരെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഇതിലേക്ക് വന്നു കഴിഞ്ഞു. അത്രയും ഒരു നല്ലൊരു പാതയിലൂടെ ഇപ്പൊ സാറിന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചേക്കുന്നത് ശ്രീയാണെന്ന് പറഞ്ഞു. ഇത്രയും നന്നായിട്ട് കടിഞ്ഞാൻ പിടിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയെ തന്നെ സാറിന് തന്ന ഭഗവാനോട് ഞാൻ നന്ദി പറയണം. എന്താ വെച്ചാല് ഇത്രയും കുടുംബങ്ങൾക്ക് സന്തോഷവും സമാധാനവും കൊടുക്കാൻ സാറ് ഒരുങ്ങി നിൽക്കുമ്പോ അതിന്റെ ഒപ്പം നിൽക്കുന്ന ശ്രീയും മക്കളും അവരും അതിന്റെ ഒപ്പം നിന്നില്ലെങ്കിൽ അത് ഇത്രയും സന്തോഷമായിട്ട് കൊണ്ടുപോവാൻ സാധിക്കില്ല. അപ്പൊ അവരൊപ്പത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് സാറിന് ഇത്രയും നന്നായിട്ട് ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എല്ലാ കുടുംബങ്ങൾക്കും സാറിന്റെ മനസ്സിൽ സാർ എന്താണോ സ്വപ്നം കണ്ടിരുന്നത് ആ ഒരു പാത്തിലേക്ക് തന്നെ സാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ആശ പറഞ്ഞ പോലെ 100ാം വിവാഹ വാർഷികത്തിലേക്കൊന്നും ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല. എന്നാലും അങ്ങനെ ഒരു 100ാം വിവാഹ വാർഷികം നടക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഞാൻ ഇനിയും പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്നും ഇതുപോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ രണ്ടുപേരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. താങ്ക് യു ശ്രീ. താങ്ക് യു രാധ മാം. ഇനിയും നമ്മുടെ രേണുക മാം ആണ് 2 വാക്ക് സംസാരിക്കാനായിട്ട്. രേണുക മാം.
നമസ്തേ, കേൾക്കാൻ വയ്യ? നമസ്തേ സാർ, നമസ്തേ മാം. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. അത്രയ്ക്കും സന്തോഷത്തോടുകൂടി 100 വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷം. ഹാപ്പിനെസ് മാസ്റ്ററി വന്നിട്ട് ഞാൻ ഫുൾ ഹാപ്പിയാണ്. അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഇനി നമ്മുടെ കൊച്ചുമിടുക്കനായിട്ടുള്ള ഒരു മോൻ പാട്ട് പാടാനായിട്ട് റെഡി ആയിട്ടുണ്ട്. സായിറാം. സായിറാമിന്റെ ബർത്ത്ഡേ കൂടിയാണെന്ന്. സായിറാം ഈ കേക്ക് കട്ടി ഞാനത് മറന്നുപോയി. ഞാൻ കേക്ക് വാങ്ങിക്കുമ്പോൾ സായിറാമിനും കൂടിയിട്ടാണ് കേക്ക് വാങ്ങിച്ചത്. സായിറാമിന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ രാവിലെ അവനോട് പറഞ്ഞിരുന്നു. അപ്പോഴേക്കും അവൻ തിരിച്ച് ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ അവന് സ്കൂളിലേക്ക് പോയി. മോനെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് കട്ട് ചെയ്യുമ്പോൾ മോനും കൂടിയാ കട്ട് ചെയ്തിട്ടോ. ഞാൻ ആ സമയത്ത് മറന്നുപോയി മോനെ, അതുകൊണ്ട് കേട്ടോ. ഒരുപാട് കാലങ്ങൾ, ഒരുപാട് ദൂരങ്ങൾ നല്ല കുട്ടിയായിട്ട് മിടുക്കനായിട്ട് വേണം കേട്ടോ. അപ്പൊ നിന്റെ എല്ലാ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നീ എന്നെ കൂട്ടുമല്ലോ, കൂടെ ഞങ്ങളെ കൂട്ടുമല്ലോ. ഓക്കെ. അപ്പൊ ഏത് കീർത്തനാണ് നീ ഇന്ന് പാടുന്നേ? എല്ലാരും സായിറാമിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയണേ. ഇത് കഴിഞ്ഞ അവന്റെ കീർത്തനം കഴിഞ്ഞ ഉടനെ. നമ്മൾ കൊച്ചു മിടുക്കനാണ്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണാനിനഗേ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണാനിനഗേ നമോ. സുന്ദരധര ധീരാധ ഹരധര സുന്ദരധര ധീരാധ ധരധര ഗണികാധര ഗജ ഗണികാധര ഗജ ചർമാംബര ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. താങ്ക് യു മോനെ. ഇല്ല, അവൻ ആ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഹാപ്പി ബർത്ത്ഡേ സൈറാം. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി മോനെ. ബർത്ത്ഡേ സൈറാം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ വൈഫിനും കൂടെ ഒന്നിച്ച് നാമത്തിൽ ഹാപ്പി ബർത്ത്ഡേ മോനെ. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഹാപ്പി മോനെ, സൂപ്പറായിട്ട് പാടി. ലോകത്തിൻ സുന്ദര പുഷ്പം നീയല്ലോ, ഈ ലോകത്തിൻ സുന്ദര പുഷ്പം നീയല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. മോനും ഒപ്പം സാറിനും വൈഫിനും എല്ലാവർക്കും സാറും വൈഫിനും ദീർഘ സുമംഗലി ഭവ. കുഞ്ഞിന് ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കേൾക്കുന്നുണ്ടോ? എല്ലാവരോടും ഓക്കെ, കണ്ടിന്യൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അവൻ ആ പാട്ടിന്റെ ട്യൂൺ അവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്യാണ്. ആ ട്യൂൺ വന്നില്ല, അതുകൊണ്ടാണ് അവൻ പോസ് ആയത്. ആ പാട്ട് ഫുൾ ഉണ്ടായിരുന്നു, അവനത് മനസ്സിലായില്ല. അവനത് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പറയുന്നത് അവർക്ക് കേൾക്കില്ല. അവരാ സൗണ്ടിനെ കുറച്ച് വെച്ചിട്ട് അവിടെ നിന്നുള്ള വെച്ചതാ, അതാണ് അവർക്ക് കേൾക്കാത്തത്. അവര് കരോക്കെ ഇട്ടിട്ടാ കേൾക്കുന്നത്, പക്ഷെ ആ കരോക്കെ സൂമിൽ വരില്ല. ഫിൽറ്റർ. ശരി, പോട്ടെ. യു കണ്ടിന്യൂ. ആശ, യു കണ്ടിന്യൂ.
ഇനിയും അപർണ ബിജുനാഥ് ആണ് ഒരു പാട്ട് പാടാനായിട്ട് വരുന്നത്. ഒരു അത് അൺമ്യൂട്ട് ചെയ്ത്. അപർണ കാണുന്നില്ലല്ലോ. സായിരാമിന്റെ കഴിഞ്ഞിട്ടില്ല. സായിരാം നിർത്താൻ പറ. അത് മോനെ സ്റ്റോപ്പ്. അപർണ ഇല്ലല്ലോ ഇവിടെ. ജയ ജയാഗോപൻ ഉണ്ടോ? ജയാഗോപൻ. ഉണ്ട് ഉണ്ട് ആ, എന്നാ ഒരു ഉണ്ട്. പാട്ട് പാടിക്കും മോളെ. ആദ്യമായിട്ട് സാറിനെയും സാറിന്റെ കുടുംബത്തിനും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. അയ്യപ്പസ്വാമിയുടെയും തിരുവാറന്മുളയപ്പന്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സായിറാം പാടിയത് കേട്ടില്ലായിരുന്നോ? കേട്ടു. സായിറാമിന് ഞാൻ കമന്റിലായിരുന്നു ഇട്ടിരുന്നത്. മോനെ പിറന്നാൾ ആശംസകൾ. അല്ല, ഇതിന് മ്യൂട്ട് ആവുന്നുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ എന്താ കേട്ടില്ലായിരുന്നു. ഇല്ലല്ല, അത് അവിടെ ശബ്ദം സ്റ്റോപ്പ് ആയിട്ടില്ല. അങ്ങനെ മ്യൂട്ട് ആക്കിയതാ. അതങ്ങനെ സൂമിൽ പാടുമ്പോ കരോക്കെ ഇടരുത്. കരോക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂമിൽ വരില്ല. കരൊക്കെ പോകുന്നില്ലാന്ന് തോന്നുന്നു. പാടിക്കട്ടെ. ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മ വീഥികളിൽ ഓരോ നിമിഷം ഓരോ നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മ വീഥികളിൽ പൊന്നിൽ പാളങ്ങൾ എന്തോ ചേരും നേരം നിന്നിൽ മോഹങ്ങൾ മഞ്ഞൾ വീഴും നേരം കേൾക്കും നിമിതയത്ത് അതേ നാദമിൽ ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മ വീഥികളിൽ ഇന്നും നീ വന്നു ഓരോ നിമിഷം ഓരോ നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മ വീഥികളിൽ തമ്മിൽ ചൊല്ലാതെ വെല്ലും ഓരോ വാക്കും കണ്ണിൽ നിർത്താതെ മുള്ളും ഓരോ നോക്കും നിറയുന്നു നാം ഒഴുകുന്നു ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മ വീഥികളിൽ ഇന്നും നീ വന്നു ഓരോ നിമിഷം ഓരോ നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ ജന്മ വേദികളിൽ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നല്ല പാട്ട്. നന്നായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഞാനെപ്പോഴും ഉള്ളവർ പാടുന്ന പാട്ടാണ്. ഏതോ ജന്മവീതിയിലാണ് എനിക്കിന്ന് നിങ്ങളുടെ ഇതിന് തോന്നിയ പാട്ട് ഇതാണ് എടുക്കാൻ തോന്നിയത്. താങ്ക് യു നന്നായി പാടിയിട്ടുണ്ട് നന്നായി പാടി. താങ്ക് യു. ദിനേശ് സാറേ, അതുപോലെ ഈ ഒരു സുദിനത്തില് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ത് മെസ്സേജാണ് സാറിന് തരാനുള്ളത്? ഞങ്ങൾക്ക് എന്ത് അഡ്വൈസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്? എല്ലാവരും കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. സാറിന് ഞങ്ങൾക്കൊക്കെ തരാനുള്ള ഒരു ഉപദേശമോ അല്ലെങ്കിൽ എന്താണ് സാറിന് പറയാനുള്ളത്? കുറച്ചും കൂടി സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ആൾക്കാർ വിഷ് പറഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ. ആൾക്കാർ വിഷ് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷ് പറയാൻ തോന്നൂല. ആദ്യം വിഷ് ചെയ്യട്ടെ. ഓക്കെ. ആദർശോടെ പാടുവേ. അപർണ ബിജുനാഥ് പാടിക്കോളൂ. കൺമണി
அன்போடு காதல் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை என்ன பார்க்கையில் கவிதை குட்டது அதை எழுத நினைக்கையில் வார்த்தை முத்தது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே പഠിക്കാം ഈ കൺമണിക്ക് ഞാൻ ചരിതം കൊടുക്കണം. എന്ത് ചരിതമാണ് ഇത്? കൺമണി എന്താ അല്ലേ? എന്നെ പഴയ പഴയ റൊമാൻസിൽ എത്തിക്കും. എങ്ങനെ ആയാലും പറയട്ടെ. കുമാർ സാർ പറ. അൺമ്യൂട്ട് ചെയ്തു. നമസ്തേ സാർ. ഞാനൊരു 7 മാസങ്ങൾക്ക് മുമ്പാണ് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അതിനുശേഷം എനിക്ക് വളരെ നല്ല മാറ്റങ്ങളാണ് ഉണ്ടായി. അതിന് ഞാൻ ആദ്യമേ സാറിനോട് നന്ദി പറയുന്നു. സാറിന്റെ ആനിവേഴ്സറിക്ക് 1000 ആശംസകൾ നേരുന്നു. നേരത്തെ നമ്മുടെ ആശ പറഞ്ഞതുപോലെ തന്നെ 100 വർഷം ആഘോഷിക്കാൻ സാറിന് സാധിക്കട്ടെ. എന്റെ ഒരു ചെറിയൊരു 4 വരി കവിത കൂടെ ചൊല്ലിയിട്ട് ഞാൻ നിർത്തുകയാണ്. അത് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ട്യൂൺ ചെയ്ത ഒരു കവിതയാണ്. ആളുകൾ കേട്ട് നോക്കുമ്പോൾ അറിയാൻ എങ്ങനെ ഇരിക്കും. വല്ലം നിറച്ചും പൂവുണ്ടോ, വല്ല കന്നിക്കീനാവിൻ തേനുണ്ടോ, വല്ലഭൻ വന്നോ വല്ലതും തന്നോ, വല്ലകി നല്ലോ പൊന്നോണം, വല്ലകി നല്ലോ പൊന്നോണം. മന്ദാരച്ചെപ്പും പട്ടും പച്ച ചിപ്പി പതിച്ചൊരു ചെപ്പും, കൈവള കരിവള കാപ്പൂവും, കൺമണിക്ക് നല്ലോ പൊന്നോണം. മന്ദാരച്ചെപ്പും പട്ടും പച്ച ചിപ്പി പതിച്ചൊരു ചെപ്പും, കൈവള കരിവള കാപ്പൂവും, കൺമണിക്ക് നല്ലോ പൊന്നോണം. വല്ലം നിറച്ചും പൂവുണ്ടോ, വല്ല കന്നിക്കീനാവിൻ തേനുണ്ടോ, വല്ലഭൻ വന്നോ വല്ലതും തന്നോ, വല്ലകി നല്ലോ പൊന്നോണം, വല്ലകി നല്ലോ പൊന്നോണം. പൂനിലാമുറ്റം പൂത്തു, നല്ല പൂക്കളും പൂക്കളം തീർത്തു, എൻ മനം ചുംബനം കൊള്ളുന്നു, എൻ മനം തോരണം ചാർത്തുന്നു. വല്ലം നിറച്ചും പൂവുണ്ടോ, വല്ല കന്നിക്കീനാവിൻ തേനുണ്ടോ, വല്ലഭൻ വന്നോ വല്ലതും തന്നോ, വല്ലകി നല്ലോ പൊന്നോണം, വല്ലകി നല്ലോ പൊന്നോണം. താങ്ക് യു സാർ. താങ്ക് യു സർ. ഈ വല്ലഭി ഒരു മിനിറ്റ്. ഈ വല്ലഭി വിളിക്കാണ്. ഇന്നാണ് പാട്ട് സൂപ്പർ ആയിട്ടുണ്ട് സാർ. സൂപ്പർ പാട്ട്. സൂപ്പർ സൂപ്പർ. നന്നായിട്ട് പാടി. ഇവിടെ രണ്ട് യുവമിഥുനങ്ങൾ കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരൊന്ന് ഇവിടെ പിടിച്ചു കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ ക്യാമറ ഓഫ് ചെയ്തിട്ട് പോയി. രാധിക സന്തോഷം അവിടെ ഇരുന്നിട്ട് ഇത് ആസ്വദിക്കുന്നുണ്ട്. സന്തോഷം ഇന്നലെ നല്ല കവിതയെല്ലാം എഴുതി അയച്ചു. രാത്രി 12 മണിക്ക് നല്ല അടിപൊളി കവിതയൊക്കെ എഴുതി അയച്ചു. ഇന്ന് നമുക്ക് ചൊല്ലാൻ പറഞ്ഞാലോ സാറേ ആ കവിതയൊന്ന്? പിടി, സന്തോഷിനെ പിടി. ഒരു മിനിറ്റ്. ആ കവിത ഏതാന്ന് സാറിന് മനസ്സിലായില്ല? ഇല്ല. സ്വന്തം കവിത സാറിന്റെ. എന്റെ കവിതയോ? ഇന്നലെ രാത്രി ഇരുന്ന് പഠിക്കുന്നുണ്ടായി ഈ ബുക്ക്. പിന്നൊന്ന് ചൊല്ലിക്കോ കേട്ടോ. ഇപ്പൊ ചൊല്ലിക്കോ കവിത ഒന്നുകൂടെ. കുറച്ച് തിരിച്ചു വെച്ച സന്തോഷം ഒന്ന് കാണിച്ച്. നിങ്ങൾ എഴുതിയതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല? അല്ലല്ല, അല്ല ഓർമ്മയുണ്ടാവില്ല. ഇല്ലല്ല, ഞാൻ എഴുതിയെന്ന് ഓർമ്മയില്ല. ഞാൻ വിചാരിച്ചു സന്തോഷം. ഞാൻ രാത്രി കിടന്നിട്ട് ഇങ്ങനെ ബെഡിലിരിക്കുമ്പോഴാണ് അതിങ്ങനെ വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു സന്തോഷ് കവിത എഴുതാൻ തുടങ്ങിയല്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം ശരിക്കും സന്തോഷം തെളിയിച്ചു എന്ന് വിചാരിച്ചാൽ എന്റെ കവിത ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും കൂടാണ്. കുറച്ച് ആഡും ചെയ്തു. സംസാരിക്കുന്നോ? നിങ്ങൾ രണ്ടിൽ ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്ന? ഞാൻ പറയാം.
നമസ്കാരം. ദിനേശ് സാറിനും ശ്രീലേഖ മാമിനും ഹാപ്പി ആനിവേഴ്സറി. ഈ ഒരു സമയത്ത് എന്നെ പലർക്കും അറിയുന്നുണ്ടാവും. എൻ്റെ പേര് രാധിക. ഞാൻ ഹാപ്പിനെസ് മാസ്റ്ററിയിൽ ഒരു അംഗമാണ്. ഞാൻ സാറിന്റെ കൂടെ കൂടിയിട്ട് 8 മാസമായി. ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഡൗൺ ആവേണ്ട അവസ്ഥ വന്നു. പക്ഷെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കാനും എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനും സാർ എന്നെ അതിന് എന്താ പറയാ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതുവരെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായി. പക്ഷെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായ ഒരാളാണ്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പം എൻ്റെ ഇമോഷൻ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി ഞാൻ പലതും ഇപ്പം ചെയ്യാൻ തുടങ്ങി. ഈ ഒരു കഴിഞ്ഞ ഒരു മന്ത് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുറെ കാര്യങ്ങൾ ഞാൻ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു മാസമായിരുന്നു കഴിഞ്ഞ 1 മന്ത്. എൻ്റെ വായനാശീലം ഞാൻ കൊണ്ടുവന്നു. സാറ് പറയുമ്പോഴെല്ലാം ഞാൻ വായിക്കും, അങ്ങനെ അതെല്ലാം വിട്ടിട്ട് അങ്ങനെ പോകുന്നുണ്ടായി. പക്ഷെ ഇപ്പൊ ഞാനത് എങ്ങനെ മുമ്പ് എപ്പോഴോ ഞാൻ വായിച്ച ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം വായിക്കുന്ന ഒരു ശീലം അത് എവിടേക്കോ പോയി. ഫാമിലിയൊക്കെ ആയപ്പോ എൻ്റെ ലോകത്ത് മോനും ഹസ്ബൻഡും മാത്രമായിട്ടുള്ള ഒരു ലോകമായിട്ട് മാറിയിട്ടുണ്ടായി. ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അതിന് സാറിന് ഒരുപാട് പങ്കുണ്ട്. എന്താ വെച്ചാല് അത് കുറെ സാറ് വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ചില പോയിന്റുകൾ പറഞ്ഞു തരേണ്ട പോയിന്റുകൾ ആ ഭാഗങ്ങളിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയാ സാറേ. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം കുറച്ച് ഇത്രയും ദിവസം ചെയ്തതിന്റെ ഇരട്ടി കാര്യങ്ങൾ ഞാൻ അന്നും എനിക്ക് 24 മണിക്കൂറാണ് ഉണ്ടായേ, ഇന്നും 24 മണിക്കൂറാണ് ഉള്ളത്. പക്ഷെ അന്ന് ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയല്ല. എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാൻ പറ്റും ഞാൻ എനിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു. പല സ്ഥലത്തും ഞാൻ നല്ല അത്യാവശ്യം എനിക്ക് അതെല്ലാം കൺട്രോൾ ചെയ്ത് പോവാൻ പറ്റുന്നുണ്ട്. ചില സ്ഥലത്ത് ഇമോഷൻ കുറച്ചൊക്കെ വരുന്നുണ്ടെങ്കിലും പക്ഷെ പണ്ടത്തെ എന്നെ വെച്ചിട്ട് ഇന്നത്തേക്ക് ഞാൻ നോക്കുമ്പോ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര എന്താ പറയാ എന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എല്ലാത്തിനും താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു രാധിക. ഇനി ആരാണ് സംസാരിക്കുന്നത്? PC സതി പാട്ടുപാടാന്ന് പറഞ്ഞിട്ട്. ഹലോ ഹാപ്പി ആനിവേഴ്സറി സർ. ശ്രീക്കും സാറിനും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നമസ്തേ സാർ. Always with you. ഹലോ சொல்லுப்பா. സാറ് ശിവനും ശക്തിയും പോലെ ഞങ്ങൾക്ക് മാതൃകയായിട്ട് ശക്തി ഇല്ലേന ശിവനില്ല എന്ന മാതിരി ശ്രീ ഇല്ലേന സാറില്ല എന്നുള്ളത് കാണിച്ചു തന്നു ഞങ്ങൾക്ക്. വളരെ ഞങ്ങളും അത് മാതൃകയായിട്ട് എടുക്കാണ്. വളരെ സന്തോഷം. ഇനിയും 75ാമത്തെ വാർഷികവും ഞങ്ങൾ കൂടാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. സാറിനെ കണ്ടില്ല. തമിഴ് കവിത കേൾക്കരുത്. പ്രിപ്പയർഡ് ആയില്ല സാർ. ഓർമ്മയിലുള്ള 2 വരി ചൊല്ലിയാ മതി മാം. ഒരു മിനിറ്റ് മറന്നുപോയി കൊഞ്ചം. ഓക്കെ. നമസ്തേ സാർ. നമസ്തേ സാർ. നമസ്തേ സതി. സാർ ഞാൻ എപ്പോഴും വീഡിയോ ഓൺ ആക്കുമ്പോ എപ്പോഴും അങ്ങനെ കട്ടായി പോകും. അതുകൊണ്ടാണ് പല സമയം ഞാൻ അങ്ങനെ ആകാത്തെ. എനിക്ക് ഒത്തിരി സന്തോഷം. സാറിന് മാമിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇതുവരെ ജീവിതത്തിൽ നല്ല ഐശ്വര്യത്തോടെയും സമ്പന്നതയോടെയും കഴിയാൻ കഴിഞ്ഞാലും ഇനിയും അങ്ങനെ തന്നെ പോട്ടെ. ഒരുപാട് വയസ്സുകൾ, ഒരു 100 വയസ്സിന് മുകളിലേക്ക് സാറ് മറ്റുള്ളവർക്ക് നല്ലത് പകർന്നു കൊടുക്കാൻ കഴിയട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തിന്റെയും എന്റെയും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി നന്ദി നന്ദി. ഞാനൊരു ചെറിയ പാടാം. സാറിന് വേണ്ടിയാണ്, വൈഫിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. 100 ജന്മം
പിറവിയെടുത്താലും 100 ജന്മം കൊഴിഞ്ഞാലും പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ പിരിയാനാവുമോ തമ്മിൽ? ആ 100 ജന്മം പിറവിയെടുത്താലും 100 ജന്മം ഹൃദയിൽ കഴിഞ്ഞാലും പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ പിരിയാനാവുമോ തമ്മിൽ? പ്രളയപ്രവാഹത്തെ ചിറകെട്ടി നിർത്തുവാൻ വിധിയുടെ കൈകൾക്കാകുമോ? പ്രളയപ്രവാഹത്തെ ചിറകെട്ടി നിർത്തുവാൻ വിധിയുടെ കൈകൾക്കാകുമോ? അനശ്വര പ്രേമത്തിൻ കാലടിപ്പാടുകൾ മറക്കാൻ മായ്ക്കാൻ കഴിയുമോ? അനശ്വര പ്രേമത്തിൻ കാലടിപ്പാടുകൾ മറക്കാൻ മായ്ക്കാൻ കഴിയുമോ? 100 ജന്മം പിറവിയെടുത്താലും 100 ജന്മം ഹൃദയിൽ കഴിഞ്ഞാലും പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ പിരിയാനാവുമോ തമ്മിൽ? അന്തരാത്മാവിലെ ഹൃദയത്തിൻ മന്ത്രയിൽ ഒരു പിടി സ്വപ്നങ്ങൾ നൽകുവാൻ ഒരിക്കൽ കൂടി ജന്മം സഫലമായി വാണിടാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. 100 ജന്മം പിറവിയെടുത്താലും 100 ജന്മം ഹൃദയിൽ കഴിഞ്ഞാലും പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ പിരിയാനാവുമോ തമ്മിൽ? പിരിയാനാവുമോ തമ്മിൽ? ലാസ്റ്റ് പാടിയ വരി സാറിന് വേണ്ടി ഞാനത് കൈനീട്ട് പാടിയതാണ്. ഒത്തിരി നന്ദി സാറേ, ഒത്തിരി നന്ദി രണ്ടുപേർക്കും. മനോഹരമായ പാട്ട്, മനോഹരമായ നന്ദി സാർ, നന്ദി. മോനെ ഞാനൊരു പാട്ടും കൂടെ പാടട്ടെ. കുറച്ച് വെയിറ്റ് ചെയ്യടാ, അടുത്ത 1-2 ആൾക്കാർ കഴിയട്ടെ, എന്നിട്ട് വിളിക്കാം കേട്ടോ. നന്നായി പാടി, നല്ലൊരു എന്താ പറയാ ഫീലോട് കൂടിയിട്ട് പാടി. ഇനി ആരാ സംസാരിക്കാൻ? നമസ്തേ സാർ. ഹാപ്പിനെസ് മാസ്റ്ററി എന്ന പ്ലാറ്റ്ഫോമിലൂടെ സന്തോഷവും സമാധാനവും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന സാറിനും ശ്രീലേഖ മാമിനും 100 വെഡിങ് ആനിവേഴ്സറി വരെ ആഘോഷിക്കാൻ സർവേശ്വരൻ ശക്തി തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സാർ. താങ്ക് യു രാജ് സാർ, താങ്ക് യു വെരി മച്ച്. രാജ് സാർ നമ്മുടെ കൂടെ ദുബായിൽ നിന്നുള്ള യാത്രയാണ്. വളരെ അടുത്ത സമയത്താണ് ജോയിൻ ചെയ്തെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാർ. താങ്ക് യു. യെസ്. മഞ്ജു. സാറേ നമസ്തേ. പറഞ്ഞു മഞ്ജു. സാറേ എല്ലാ സാറിന്
ശിവനും ശക്തിയുമായിട്ട് ദീർഘകാലം വാഴട്ടെ. ഞങ്ങളെ സംസാരിക്കാനും ടെൻഷൻ ഇല്ലാതെ ആക്കുന്നതൊക്കെ സാറാണ്. ഇത്രയും സന്തോഷത്തോടെ സംസാരിക്കാൻ പഠിപ്പിച്ചത് സാറാണ്. ഒത്തിരി ഒത്തിരി നന്ദി. ഈ സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം എന്റെ ജീവിതത്തിലും എന്റെ അമ്മയുടെ ജീവിതത്തിലും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി. എല്ലാത്തിനും സാറിന് നന്ദി. സാറിന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാകുന്നതുകൊണ്ട് സാറേ മറ്റുള്ളവർ അൺമ്യൂട്ട് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത അൺമ്യൂട്ട് ചെയ്യല്ലേ, ഒച്ച ഉണ്ടാവും. ഒരു മിനിറ്റ് കേട്ടോ. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരേണം. അത് സാറ് ഞങ്ങളിൽ കാണിച്ചു തരികയാണ്. സാറിനെ ഞങ്ങളല്ലല്ലോ സാറിനെ അനുഗ്രഹിക്കേണ്ടത്, സാറ് ഞങ്ങളെയാണ് അനുഗ്രഹിക്കേണ്ടത്. അപ്പൊ ശിവന് ശക്തിയായിട്ട് നീണാൾ വാഴട്ടെ. നന്ദി. അവനവൻ ആത്മസുഖത്തിനായി ചെയ്തിടും കർമ്മങ്ങൾ അപരന് തുണയായി വന്നിടുകയാണ്. ഇതൊന്നും നമ്മൾ ബോധപൂർവം ചെയ്യുന്നൊന്നുമല്ല, അങ്ങനെ ആയി തീരുകയാണ് ചെയ്യുന്നത്. അതെല്ലാം ഒരു കടാക്ഷം പോലെ. ഇപ്പൊ നമ്മൾ നോർമലി ഉള്ള അവസ്ഥയിലാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മോനും കൂടി ഒരു കേക്ക് കട്ട് ചെയ്യും, ഒരു ഫോട്ടോ എടുക്കും, ഫേസ്ബുക്കിലിടും. ഇതായിരുന്നു ആ ലൈഫിൽ നിന്നും നമ്മളെ മാറ്റിയത് നമ്മൾ ബോധപൂർവമൊന്നുമല്ല, അതങ്ങനെ ആയി തീരുകയാണ്. ഇപ്പൊ ഗുരു പറഞ്ഞ ഓരോ വാക്കുകളും അത്ര കണ്ട് ഡെപ്താണ്, ആയി തീരുകയാണ് ചെയ്യുന്നത്. അതായിരിക്കട്ടെ. ഞാൻ പറയാം, സന്ദേശം ലാസ്റ്റ് പറയുമ്പോൾ പറയാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മളത് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു കാര്യത്തെയും നമ്മൾ അങ്ങനെ ആയി തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഇത് വർക്കൗട്ട് ആവില്ല. നമ്മൾ ആയി തീരണം. ഇത് രണ്ടും വ്യത്യാസമാണ്. നമ്മൾ ആയിടേണം എന്നതും ആയി തീരണം എന്നുള്ളതും, അല്ലെങ്കിൽ നമ്മൾ ആവണം എന്നതും രണ്ടാണ്. അപ്പൊ ആവണം എന്ന ചിന്തയിൽ നിന്നും ആയി തീരുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് അത്രയും ഗുരുക്കന്മാരുടെ വാക്കുകൾ അത്രയും ശ്രദ്ധാപൂർവ്വം നമ്മൾ കഴിച്ചാൽ ഒരു വാക്കിനകത്ത് അത്രയും അർത്ഥങ്ങൾ ഉണ്ടാവും. അതാവട്ടെ എല്ലാവർക്കും എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മഞ്ജു. താങ്ക് യു മാം. അതുപോലെ നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ എല്ലാമായ പ്രസീത മാഡത്തിനെ 2 വാക്ക് സംസാരിക്കാനായിട്ട് വിളിക്കുന്നു. പ്രസീത. എല്ലാവർക്കും നമസ്തേ. ക്യാമറ ഓൺ ചെയ്തിട്ടില്ലേ? ഓൺ ചെയ്തിട്ടുണ്ട് സർ. എല്ലാവർക്കും നമസ്തേ. പറയാനെന്താ, ഒന്നുമല്ല പറയാം. എന്നെ ഞാനാക്കിയ 8 വർഷമായി ഞാനിപ്പം ദിനേശ് ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്, ദിനേശ് ചേട്ടൻ്റെ കൂടെ. അപ്പം ഇപ്പം ഏറെ സ്നേഹിക്കുന്ന 2 പേർക്കും എൻ്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു പ്രസീത. ലൈല ചേച്ചിനെ വിളിച്ചോ? ലാലി മാം. ലൈല സാറേ നമസ്കാരം. ഒരു മിനിറ്റ്. ഞാന് വീഡിയോ ഓൺ ആക്കില്ല, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ആക്കുന്നത്. നാളെ എനിക്ക് രാവിലെ മോന്റെ അഡ്മിഷനുമായിട്ട് പോകണം. അപ്പൊ ഇന്ന് വൈകുന്നേരം വരെ ഗസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ചൊരു തിരക്കായി പോയി. അപ്പൊ ഞാൻ അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കുന്നില്ല, പക്ഷെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്വാമിയുടെ ഒരു കോട്ടിംഗ് ആണ്. സ്വാമി നമുക്ക് തന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന് പറയുന്നത് പണം മാത്രമല്ല, അതിൽ അടങ്ങിയിരിക്കുന്നത് നല്ല ആരോഗ്യം, അതുപോലെ നല്ല ഗുണങ്ങള്, പരിശുദ്ധി, ശുചിത്വം എന്നിവ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ആ മെസ്സേജ് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാറും കുടുംബവും കൊടുത്തോണ്ടിരിക്കുക. ഏറ്റവും നല്ലൊരു മെസ്സേജ്. കാരണം സമ്പത്ത് എന്ന് പറയുന്ന നമ്മൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ആ തിരിച്ചറിയുന്ന കാര്യങ്ങൾ ഇത്രയും വലിയൊരു സമൂഹത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഭഗവാനായിട്ട് സാറിന് 2 പേരും സാറിന് നല്ലൊരു കുടുംബിനിയെ തെരഞ്ഞെടുത്ത് പരസ്പരം കൂട്ടിച്ചേർത്ത് ഇണക്കി കൊണ്ടുവന്ന് ഇങ്ങനെ വലിയൊരു സമൂഹത്തിലേക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ സാറിന് കഴിഞ്ഞതിന് ഒരുപാട്
പ്രാർത്ഥനയും അതുപോലെ ആശംസയും. കൂടുതൽ എനിക്കൊന്നും പറയാനുള്ള, കാരണം ഇതിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം സാർ എന്താണെന്ന്. അപ്പൊ സ്വാമിയുടെ ഒരു ഇത് എൻ്റെ മുമ്പിൽ വന്നു. അപ്പൊ ഞാനത് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ സമ്പത്ത് എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, അതിൽ നല്ല ആരോഗ്യങ്ങളുണ്ട്, സദ്ഗുണമുണ്ട്, പരിശുദ്ധിയുണ്ട്, ശുചിത്വമുണ്ട്. അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളുന്നതാണെന്ന് ഇത്ര വലിയൊരു സമൂഹത്തിലേക്ക് പഠിപ്പിച്ചിട്ട് ഒരു നല്ലൊരു കുടുംബത്തെ വാർത്തെടുത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സാറും സാറിന്റെ ഭാര്യയും അതുപോലെ തന്നെ മക്കളും എല്ലാം കുറെ പേരെ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഈ ഒരു സംരംഭത്തിന് സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എല്ലാ പ്രാർത്ഥനയും ഞാനും രാജീവേട്ടനും എൻ്റെ മക്കളും ഞാനടങ്ങുന്ന എല്ലാവരും സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ലൈല മാം ഇന്ന് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആണിത്. അറിയാൻ അയച്ചിരുന്നോ? സമ്പത്ത് എന്നത് പണത്തിൽ മാത്രമല്ല അടങ്ങിയിരിക്കുന്നത്. അത് നല്ല ആരോഗ്യം, സദ്ഗുണങ്ങൾ, പരിശുദ്ധി, ശുചിത്വം എന്നിവയും ഉൾക്കൊള്ളുന്നു. നോക്കൂ, നമ്മൾ അടിസ്ഥാനപരമായിട്ട് എപ്പോഴും റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 5 തത്വങ്ങളെ പറ്റിയിട്ടാണ്. ഈ 5 തത്വങ്ങൾ ഇല്ലാതെ നിങ്ങൾ എന്തും ശ്രമിക്കരുതെന്ന് വീണ്ടും 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 റിക്വസ്റ്റ് ചെയ്യാണ്. ഒന്നിന്റെ പിറകെ പോകരുത്. 5 കാര്യങ്ങളും നമ്മൾ കൃത്യമായി പാലിച്ചു പോവുക തന്നെ വേണം. ഈ 5 കാര്യങ്ങൾ ഉണ്ടായാൽ ജീവിതം, വീണ്ടും പറയുന്നു, അല്ല. ഓക്കെ, ഇനി ബാക്കി സംസാരിച്ചു. നമ്മൾ സ്ഥിരം പറയാം. പറയാൻ പറ്റും. സജീവനെന്ന് വിളിച്ചേ. സജീവ് സാർ. ഹാപ്പി ആനിവേഴ്സറി സാറിനും മേഡത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാം ഇനിയും യുഗങ്ങളോളം രണ്ടുപേരും ഇതേ സന്തോഷത്തോടു കൂടി തന്നെ കാലങ്ങളോളം യുഗങ്ങളോളം ജീവിച്ചിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സാറിന്റെ ക്ലാസ്സിൽ ഞാൻ വന്നതിന് ശേഷം ഞാൻ വന്ന് ഘട്ടം വരും സാറിന് അറിയാവുന്നതാണ്. എത്രയേറെ വല്ലാത്തൊരു ഘട്ടങ്ങളിലാണ് ഞാൻ വന്നത് സാറിന്റെ ക്ലാസ്സിൽ കയറിയത്. അതിനുശേഷം എനിക്ക് എന്തെങ്കിലും അറിയാൻ വേണ്ട മാറ്റങ്ങളാണ് ഒരുപാട് മാറ്റങ്ങൾ. ഞാൻ വിചാരിക്കുന്ന മനസ്സിന്റെ ഓരോ കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഓരോ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനത് എന്നും എല്ലാം പറയുന്നില്ല എന്ന് മാത്രം. അവിടെ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സുകൊണ്ടായാൽ എല്ലാ രീതിയിലും ഞാൻ അത്യധികം സന്തോഷവാനാണ്. ഞാനിപ്പോൾ ഭയങ്കര വെരി 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 ഹാപ്പി. സാറിന്റെ വഴുക്കും ഞാൻ എന്ത് പറയാം, എനിക്ക് സാറിന്റെ ക്ലാസ് കയറിയില്ലെങ്കിൽ ഭയങ്കര വിഷമം, എന്തോ നഷ്ടപ്പെട്ടു പോയോണ്ടാണ്. ഞാൻ വെപ്രാളമാണ്. ഞാൻ കടയിൽ പോയിട്ട് പെട്ടെന്ന് എനിക്ക് വരണമെന്നുള്ള ആഗ്രഹം. പക്ഷെ ചില സമയത്ത് കയറാൻ പറ്റും, ചിലപ്പോൾ വൈകി പോകുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും ഞാൻ ഒരു കണ്ടില്ലെങ്കിൽ അപ്പോഴും ഞാൻ യൂട്യൂബിൽ കയറി കണ്ടിരിക്കും ഞാനത്. അതാ എനിക്ക് ഭയങ്കര എനിക്ക് അത്രയ്ക്ക് ഇതാണ് സാർ. താങ്ക് യു. എല്ലാവർക്കും നല്ല രണ്ടുപേർ എല്ലാവിധ ഐശ്വര്യങ്ങളും സർവ്വ പാപങ്ങളും എല്ലാം ഉണ്ടാവട്ടെ. താങ്ക് യു സാർ. താങ്ക് യു സജീവ്. സജീവ് ഇങ്ങനെ എപ്പോഴും ചോദിച്ച് എൻ്റെ അടുത്ത് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകുന്ന ആളാ, സന്തോഷപൂർവ്വം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സജീവിന്. കാരണം വെച്ചാൽ ഭയങ്കര നിഷ്കളങ്കനാണ്. ഞാൻ കണ്ടതിൽ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നിഷ്കളങ്കനായ മനുഷ്യൻ. നിഷ്കളങ്കത കൊണ്ട് തന്നെ പലപ്പോഴും ആൾക്കാരിൽ കുഴി വീഴും എന്നുള്ള സത്യമാണ്. നിഷ്കളങ്കന്മാർ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. അത് പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു, എനിക്ക് എപ്പോഴും സജീവ് ഞാൻ എപ്പോഴും നോക്കുകയും ചെയ്യും. വന്ന പ്രസൻസ് സജീവ് അറിയോ, എപ്പോഴും അൺമ്യൂട്ട് ചെയ്യും, എന്തെങ്കിലും പറയാൻ. അതുകൊണ്ട് സജീവ് ഉണ്ട് എപ്പോഴും അറിയാം. വേറെ രസം നല്ലതാണ്. സജീവ് ഒരു കാര്യം, നിങ്ങൾ നിങ്ങളായി തന്നെ തുടരുക. അതാണ് നിങ്ങൾ. പക്ഷെ അതിൽ നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പോകും. അത്രേ ഉള്ളൂ നമുക്ക് ലൈഫിൽ, അത്രേ വേണ്ടു. അത് തന്നെയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് കേട്ടോ. താങ്ക് യു. ഹിമ അനിൽ ആൻഡ്രൈസ് ചെയ്തിരുന്നു പറഞ്ഞു. ഹലോ സാറ്, അത് മോളെ പേര് മോളെന്ന് മൊബൈൽ എടുത്തപ്പോട്ടതാ. ഞാൻ ബബിതയാ, പേര് മാറ്റാൻ പറ്റിയില്ല. പിന്നെ ഹാപ്പി ആനിവേഴ്സറി രണ്ടുപേർക്കും. എനിക്ക് തോന്നുന്നു നമ്മളെ കൂടെ എടുക്ക സംസാരിക്കാൻ തുടങ്ങിയപ്പോ സൗന്ദര്യമൊക്കെ കുറച്ച് കൂടിയോന്നൊരു സംശയമുണ്ട് ഇപ്പൊ, ആദ്യത്തേലും കൂടുതൽ. എനിക്കോ നിങ്ങൾക്കോ? സാറിന് ഞങ്ങൾക്ക്. പക്ഷെ എന്റെ സംശയം നേരെ തിരിച്ചാണ്. അതെയാ? പിന്നെ രണ്ടുപേർക്കും ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി. എനക്കും സാറ് പറഞ്ഞതുപോലെ പിന്നെ ദിവസവും ക്ലാസ് കയറാൻ കഴിയാറില്ല. കാരണം വെച്ചാൽ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ 8-9 മണിയൊക്കെ ആകും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ആ സമയത്തിന് കയറാറുണ്ട്. അതുകൊണ്ട് ഒന്നും പറയാറൊന്നുമില്ല. സാറിന്റെ ക്ലാസ് ചേർന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സൂമിൽ പറയാൻ എനിക്ക് പറ്റില്ല, അതാണ് പ്രശ്നം, വേറൊന്നുമല്ല.
പിന്നെ എന്ത് കാര്യങ്ങളും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പം നടക്കാറുണ്ട്. വലിയ വലിയ കാര്യങ്ങളല്ല, എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും ഇപ്പോൾ 2020 മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് മോക്ക് അത് ഗവൺമെന്റിലാണ് പിന്നെ ഗസ്റ്റ് ലെക്ചറായിട്ട് കിട്ടിയത്. അത് വലിയൊരു കാര്യമാണ്. ഞാൻ പ്രാർത്ഥിച്ചത് ദൈവമേ, ഞാൻ 3 ദിവസത്തിനുള്ളിൽ എനിക്ക് വിവരം അറിയണം എന്ന്, അങ്ങനെയാണ് ഞാൻ നന്ദി പറഞ്ഞത്. അതുപോലെ തന്നെ 2-ാമത്തെ ദിവസം അവളെ വിളിച്ചു. അതുപോലെ അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതൊക്കെ സാറ് നമുക്ക് തരുന്ന അറിവ് അതാണ്, വേറൊന്നുമല്ല. നമുക്ക് കുറച്ചേ അറിയുള്ളൂ, പക്ഷെ സാറ് പറഞ്ഞതിന് ശേഷം അതിലേക്ക് ശരിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, അത്ര തന്നെ. പിന്നെ മേമിനും രണ്ടുപേർക്കും പിന്നെ ഒരു 4 വരി പാട്ട് ഞാൻ പാടാം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നെൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നെഞ്ചിരിയിലലിയുന്നു ജീവമേഘം. ഓക്കെ സാർ, ഓക്കെ. നിങ്ങളുടെ എല്ലാം ചിരിയിലാണ് എന്റെ ജീവമേഘം ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം ചിരിക്കുന്നു, എത്രത്തോളം ഇപ്പൊ റംല ഇപ്പൊ കമന്റ് ചെയ്ത പോലെ നിങ്ങളിൽ ഉണ്ടാകും, നിങ്ങൾ സൗന്ദര്യം കൂടുമ്പോഴാണ് എന്റെ സൗന്ദര്യം കൂടുക. നിങ്ങൾ സന്തോഷത്തോടെ എന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ സൗന്ദര്യം കൂടും. അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി, നിങ്ങൾക്ക് എന്താ പറയാ, എന്നോട് എന്റെ സൗന്ദര്യം കൂടി കാണാൻ അല്ലെങ്കിൽ വയസ്സ് കുറഞ്ഞ് കാണാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം അത് കാണിച്ചു തന്നാൽ ഇവിടെ ഓട്ടോമാറ്റിക് സംഭവിച്ചു. ഞാനിവിടെ വെറും ഒരു കണ്ണാടി മാത്രമാണ്, നിങ്ങളെ കാണാനുള്ള ഒരു കണ്ണാടി മാത്രമാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഓക്കെ. രാജേഷ് സാർ വന്നിട്ടുണ്ട്. ഹലോ സാർ, ഗുഡ് ഈവനിങ് സാർ. എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, വിവാദനാശംസകൾ സാർക്കും മാമിനും. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ആൾക്കാർ വന്ന് അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സാറ് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും അവരുടെ ജീവിതം മാറ്റിയതിനെ കുറിച്ചും ഒക്കെ. അത് ജീവിതത്തിൽ നമുക്ക് അതാണ് ഏറ്റവും വലിയൊരു, മറ്റോട് എന്ത് പൈസ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ജീവിതത്തിൽ നമുക്ക് ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു ഇത് വേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളത്. സാറ് ഇപ്പോ 200-300 ആൾക്കാരുണ്ടെങ്കിൽ സാറ് വലിയൊരു അറിയപ്പെടുന്ന ഒരാളായിട്ട് ഈ സമൂഹത്തിലേക്ക് മാറി വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹം. അത് തീർച്ചയായും സംഭവിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഇനിയും സാർ ഉയരങ്ങളിലേക്ക് നീങ്ങട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ സാർക്കും മാമിനും ഹൃദയം നിറഞ്ഞ വിവാഹദിന മംഗളദിന ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു രാജേഷ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഞാൻ 1 മാസമായിട്ടുള്ള സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ട് സന്തോഷമായി വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ സാറിനും മാമിനും വിവാഹദിന ആശംസകള്. ഒരുപാട് വർഷം ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താ പറയാ, ഒരു ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് മറ്റുള്ളവരുടെ സന്തോഷം കണ്ടിട്ട് അങ്ങും സന്തോഷിക്കുന്നത്. അപ്പൊ അത് അങ്ങയുടെ ജീവിതത്തിലുടനീളം ഒരുപാട് കാലങ്ങളോളം അതുപോലെ തന്നെ ഉണ്ടാവും, ഒരു സംശയമില്ല. പിന്നെ 2 വരി ഭക്തിഗാനം, എനിക്ക് കൂടുതലൊന്നും പാടാനൊന്നും അറിയില്ല. ഒരു മിനിറ്റാ. സംസാരിക്കാൻ കഴിയില്ല. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ, നിൻ മുന്നിലൊരു നെയ്യ് വിളക്കാവട്ടെ എന്റെ ജന്മം, കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാകട്ടെ എന്റെ ജന്മം. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ, നിൻ മുന്നിലൊരു നെയ്യ് വിളക്കാവട്ടെ എന്റെ ജന്മം, കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാകട്ടെ എന്റെ ജന്മം. ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന എന്റെ ഗുരുവായൂരപ്പൻ സാറിനെയും മാമിനെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു മാം. ഇനി ആരാ സംസാരിക്കാനുള്ളത്? ആരാണ്?
എനിക്ക് പറഞ്ഞോട്ടെ. എനിക്ക് പറയാം. ഉമ്മച്ച പറ. ഹരിപ്രിയ ആരാണ്? പേര് പറയാമോ? സാർ ഞാൻ പത്മിനി. ആ 10 മിനിറ്റ്. ഞാൻ പത്മിനി. ക്യാമറ ഓഫ് ചെയ്തോ? പറയട്ടെ. ക്യാമറ എഴുതുന്നില്ലല്ലോ. ഇല്ല. അവിടെ ഇത് പോയി, റേഞ്ച് പോയി. പത്മിനി റേഞ്ച് പോയി. നമസ്കാരം സാർ. ഉഷ സംസാരിക്കട്ടെ UK യിൽ നിന്ന്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ദേവർഷം ഉണ്ടെന്ന് തോന്നിട്ട്. ജലദോഷം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ പൂക്കളിന്റെ ഒരു പോളൻ. എന്തായി പറഞ്ഞു ഉഷ? ഒരു മിനിറ്റ്. ഉഷ പറ. ഇവിടെ തിരിച്ചെത്തിയപ്പോ ഇവിടെ പൂക്കളിന്റെ ഒരു സമയമാകുമ്പോ പോളൻ ഒരു അസുഖമുണ്ട്, ചെറിയ സ്നീസിങ്. പക്ഷെ ബെറ്റർ ആണ്, ഫാർ ബെറ്റർ ആണ്. മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യുന്നു. ഫാർ മച്ച് ബെറ്റർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടുപേർക്കും, സാറിനും മാമിനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നല്ല പ്രോഗ്രാം. പിന്നെ സാറിനൊപ്പം ഹാപ്പിനെസ് ഹബിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സന്തോഷം. ഈ സന്തോഷം ഞാൻ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതിൽ അതിലേറെ സന്തോഷം. എപ്പോഴും കൂടെ ഉണ്ട്. താങ്ക് യു. പിന്നെ നല്ല പാട്ടുകൾ പാടിയേ കൊച്ചുമോന് ഹാപ്പി ബർത്ത്ഡേ. പാട്ടുകൾ പാടിയ എല്ലാവർക്കും നന്നായിട്ട് പാടി. രണ്ടുപേരും ഞാനും പാടാം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നീലലിയും ജീവരാഗം. താങ്ക് യു. ഹലോ സാർ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മോനെ, നീ എവിടെയാ? കുറെ കാലമായിട്ട് നിന്നെ കാണാനില്ലല്ലോ. വേറൊന്നില്ലേ? പിന്നെ എനിക്കിപ്പോ എവിടെയായിരുന്നു നീ? വളരെ വലുതായല്ലോ, വളർന്നു വലുതായി പോയല്ലോ. ഞാൻ ക്ലാസ്സിലായി. സാർ ഞാൻ ഒരു പാട്ട് പാടട്ടെ? പാട്ടോ കഥയോ? എന്താ പറയുന്നേ? പാട്ടാണോ കഥയോ? പാട്ടാണ്. പഠിക്കും മോനെ. കറക്റ്റ് പഠിക്കത്തില്ല, എന്നാലും പാടാം. അങ്ങ് വാണക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കഥയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങു നീരത്തുരുത്തില് നീ പരപ്പിൽ നിഴലിടും, അമ്പിളി കഥയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മുടി എത്രയും വെറ്റിലയിട്ട് വെക്കാം, കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ പിടിപൂട്ട് മാവിൻ ചൂടിൽ. ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ ഉയർന്നു വാ ഉയർന്നു വാ. താങ്ക് യു സാർ. ഓക്കെ മോനെ, താങ്ക് യു. വെരി ഗുഡ്. ഇനി ആരാണ് സംസാരിക്കുന്നത്? മുകുന്ദ് സാർ. ഞാനുണ്ട് സാർ. പറ. മുകുന്ദൻ സാർ എത്തിയോ സാറേ? മുകുന്ദ് സാർ അൺമ്യൂട്ട് ചെയ്ത്. മുകുന്ദ് സാറേ ഇല്ല ഇവിടെ. സാർ ഞാൻ 4 വരി പാട്ട് പാടട്ടെ? ഒരു മിനിറ്റ്. ജിഷ ഹിമാനി. ജിഷ പറ. പാട്ടാണ് 4 വരിയാടെ, കുറച്ചേ ഉള്ളൂ. 4-5 ആയിക്കൂടെ? എനിക്ക് പാടാൻ പറ്റുന്നില്ല. പാട്. കേൾക്കുന്നില്ല ക്ലിയർ ആയിട്ട്. റേഞ്ചിന്റെ വിഷയം തോന്നുന്നു.
റേഞ്ചിന്റെ വിഷയം. ജിഷ വരുന്നില്ല, പാട്ട് വരുന്നില്ല ജിഷ. അത് റേഞ്ചിന്റെ വിഷയം ഉണ്ട് അവിടെ. സാർ ഞാൻ ആ, ഈ ഞാനാരാ? ഞാൻ പറയാൻ പോണു സാറേ, ഞാൻ പത്മിനി. പത്മിനി ആ, പത്മിനി നേരത്തെ സംസാരിച്ച് കിട്ടിയില്ല, പറ. റേഞ്ചിന്റെ വിഷയം സാറേ, നേരത്തെ എനിക്ക് നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല സാറേ, നെറ്റ് പറ. കിട്ടുന്നുണ്ടായിരുന്നില്ല. സാറിനും ഞാനും ഒരു 100,000 സംവത്സരങ്ങളോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ എന്നും ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. എനിക്ക് രണ്ടുപേരും പാട്ട് പാടണം സാറേ, പാടട്ടെ? ഓ, ധൈര്യപൂർവ്വം. കല്യാമ്പൽ കരയിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകിയ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകിയ കരിക്കിൻ വെള്ളം, കല്യാമ്പൽ കരയിലെന്നരയ്ക്കു വെള്ളം, നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകിയ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകിയ കരിക്കിൻ വെള്ളം. സാറേ, സന്തോഷത്തോടെ എനിക്ക് പാടാൻ പറ്റില്ല. ഓക്കെ സാർ. ആ ആസ്വദിക്കുന്നുണ്ട്, ആ വള്ളം പോകുന്ന പോലെ ആസ്വദിക്കുന്നുണ്ട്. അടിപൊളി സാറേ. സാറേ, അറിവ് കുറെ ഉണ്ടായാലും സാറിന്റെ തിരിച്ചറിവ് എന്നുള്ള ആ ഒരു വാക്യം മാത്രമാണ് എന്റെ മനസ്സിൽ. സാർ തിരിച്ചറിവ് തന്ന ആ ഒരു പാത അതെല്ലാവർക്കും, എല്ലാവരും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും തിരിച്ചറിവ് എന്നൊന്നൊരു സാധനം മനസ്സിലാക്കി തന്ന സാറിന് ഒരു 100 ആശംസ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു മാം. മുകുന്ദൻ സാർ ഒന്ന് വെക്കാവോ സാറേ? മാം ഞാനൊന്ന് പറയട്ടെ? പറഞ്ഞോളൂ മാം, പറഞ്ഞോളൂ. പേരെന്താണ് മാം? സുന്ദരി. ആ, പറഞ്ഞോളൂ. ഞാന് മാം ഹാപ്പിനെസ് മാസ്റ്റർ അമ്പിൽ വരുമ്പോ നല്ല സങ്കടത്തോടെ ആയിരുന്നു. പക്ഷെ ഇപ്പൊക്ക് സാറ് തന്ന അറിവ് തന്നതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു. സാറിനും കുടുംബത്തിനും മാമിനും ഒരുപാട് വെഡിങ് ആനിവേഴ്സറി. നന്ദി. താങ്ക് യു മാം. താങ്ക് യു മാം. ഹലോ സാറേ, ഞാൻ പറഞ്ഞോട്ടെ? അതുപോലെ സുധാകുമാരി മാം. സാർ ഞാനാണ്, സുധയാണ് സാറേ. സുധാകുമാരി മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? നമ്മുടെ ക്ലാസ്സിലുള്ള സുധാകുമാരി. ഇപ്പൊ പുതിയതായിട്ട് ഹാപ്പിനെസ്സിലേക്ക് വന്നാടാ. സാറേ, ഇന്നത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ സാറിന്റെ ഒരു എന്താ 1-to-1 സെഷൻ എടുത്തതിന് ശേഷം ഇന്ന് ഞാൻ ഫുള്ളും ഹാപ്പിയാണ് സാർ. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു എന്താ പറയാ, ഞാൻ പാർക്കിലൊക്കെ പോയിട്ട് ഞാൻ ഇതുവരെയും ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് പാർക്കിൽ എവിടെ പോകുമ്പോ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ ശരിക്കും ആസ്വദിച്ചു സാർ. ഞാൻ അത്രയ്ക്കും സന്തോഷം. സാറിനും മാഡത്തിനും ഒരുപാട് കാലം ഇതുപോലെ കഴിയാൻ കഴിയട്ടെ എന്ന് ഞാൻ എൻ്റെ മനസ്സിന്റെ അടുത്തിട്ടുണ്ടെന്ന് സാറിന് ഞാൻ നന്ദി പറയുന്നു. അത്രയും സന്തോഷം സാർ. ഈ ഒരു 2 ദിവസത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഹൃദയത്തിന്റെ അടുത്തിട്ടുണ്ടെന്ന് ഞാൻ സാറിന് നന്ദി പറയുന്നു. നന്ദി. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സംസാരിക്കട്ടെ. ഹലോ സാർ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സാറിന്റെ ജീവിതത്തിൽ വെളിച്ചം വിതറിയെത്തിയ ലേഖാ മാമിനും സാറിനും 1000 മംഗളാശംസകൾ. ഞാൻ 2024 ഓഗസ്റ്റിലാണ് സാറിന്റെ കൂടെ ഔപചാരികമായിട്ട് എത്തിയത്. അന്ന് മുതൽ സാറിന്റെ വാക്കുകളും സാറിന് തരുന്ന നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് ഞാൻ സൈലന്റ് ആയി. എൻ്റെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാറിന്റെ ഓരോ വാക്കുകളിലൂടെ കഴിഞ്ഞു. സാറിന്റെ ഓരോ കോഴ്സും സാറിന്റെ ഓരോ ദിവസത്തെ ക്ലാസ്സുകളും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ സാധിച്ചു. നന്ദി. സാറിനും കുടുംബത്തിനും ഒരു ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു.
താങ്ക് യു സുധാകുമാരി മാം. നമ്മുടെ ലൈഫ് സക്സസിലും ജേണി ടു ഹാപ്പിനെസ്സിലും ലോ ഓഫ് അട്രാക്ഷനിലും ഒക്കെ ഉള്ള ആളാണ്. നന്നായിട്ട് ഒരു ഹാപ്പി ന്യൂസ് ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞോട്ടെ. ആ സാറേ ഞാൻ കുറച്ച് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വന്നതാണ്, പക്ഷെ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. നമ്മളിപ്പോ മെമ്പർഷിപ്പ് ആണ് എന്ന് പറഞ്ഞില്ല, എല്ലാവർക്കും ഇനി ഫ്രീ സെഷൻസ് ഇല്ല, മെമ്പർഷിപ്പ് നാളെ മുതൽ മെമ്പർഷിപ്പ് ഉള്ള ആൾക്ക് മാത്രമേ നമ്മൾ സൂമിൽ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞു. അതൊരു ഫിൽട്രേഷന്റെ ഭാഗമായിട്ട് ചെയ്താന്നറിയാം. പക്ഷെ അതിനപ്പുറത്തും മറ്റു കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ആദ്യം മുതലേ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക്, ആദ്യം മുതലേ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാർ, ഇപ്പൊ സുധാകുമാരി അമ്മ, അതുപോലെ തന്നെ ആശ, അതുപോലെ അങ്ങനെ കുറെ ആൾക്കാർ, രേണുമാം, അതുപോലെ എന്താ പറയാ രാധമ്മ, അങ്ങനെ കുറെ പേരുണ്ട്. ആ ആൾക്കാർക്കെല്ലാം അതൊരു 1000 ആൾക്കാർ ആണ് ഞാൻ അതിൽ ലിസ്റ്റ് വെച്ചത്. അത്രയും ആൾക്കാരുണ്ട് നമ്മളിൽ ഉണ്ടായിരുന്നു. കാരണം കൊച്ചി പ്രോഗ്രാം, തിരുവനന്തപുരം പ്രോഗ്രാം, അങ്ങനെ നമ്മൾ ലാഫിൽ 1000 ആൾക്കാർ. ഈ 1000 ആൾക്കാർക്ക് ഞാൻ ഇന്ന് ഇവിടെ വെച്ച് ഗോൾഡൻ മെമ്പർഷിപ്പ് കൊടുക്കാണ്, വിത്തൗട്ട് എനി ഫീസ്. ആ ലിസ്റ്റിൽ നമ്മളെ കൂടെ ഇപ്പോഴും ഉള്ള ആൾക്കാർക്ക്, അന്നുള്ള ആൾക്കാർക്ക്, അതിൽ എന്താണ് ബെനിഫിറ്റ് എന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അവർക്ക് വരാൻ പോകുന്നത് ഒരുപാട് നമ്മളുടെ കൂടെ യാത്രയിൽ അവരെന്നും ഇനി കൂടെ ഉണ്ടാവുന്ന ഗോൾഡൻ മെമ്പർഷിപ്പിന്റെ പേയ്മെന്റ് ഒക്കെ നമ്മൾ പിന്നെ തീരുമാനിക്കുന്ന വലിയ രീതിയിലാണ് പോകുന്നത്. പക്ഷെ ആ ആൾക്കാർ ആരൊക്കെയാ ഉള്ളതെന്ന് ലിസ്റ്റ് നമ്മളിപ്പോ പുറത്തിറക്കും. അത്ര പേര് കൂടെ അന്ന് മുതൽ കൂടെ ഉള്ള ആൾക്കാർക്ക് അവര് നമ്മുടെ ഗോൾഡൻ മെമ്പേഴ്സ് ആയിരിക്കും ഇന്ന് മുതൽ അങ്ങോട്ട്. താങ്ക് യു വെരി മച്ച്. പുതിയ ആൾക്കാർക്കൊന്നും ഇല്ലേ? പുതിയ ആൾക്കാർക്ക് മെമ്പർഷിപ്പ് ഉണ്ടല്ലോ, ഓക്കെ. നിങ്ങൾക്കും കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ കുറെ കാലം പോകുമ്പോൾ നിങ്ങളും ഗോൾഡിലേക്ക് മാറും. ശരി, അങ്ങനെയാണല്ലോ നമുക്ക്. ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അവള് പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കണം. ഒന്ന് പത്മിനി മാം പറഞ്ഞത്, സാറ് നൽകിയത് അറിവല്ല തിരിച്ചറിവാണ്. ഇത് തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം. ഞാൻ എപ്പോഴും പറയണ, അറിവ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും, എവിടെ പോയാലും കിട്ടും. അറിവിന് ഒരു കുറവും ഈ ലോകത്തില്ല, ഇഷ്ടം പോലെ. പക്ഷെ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അറിവ് വേണം, പക്ഷെ തിരിച്ചറിവ് വേണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പാലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, സുധാകുമാരിയമ്മ പറഞ്ഞ വളരെ റിലവന്റ് പോയിന്റ്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. സാറിന്റെ വാക്ക് കേട്ട് ഞാൻ സൈലൻസിലേക്ക് പോയി. ജീവിതത്തിൽ വിജയം, ഒരാൾ ജീവിതത്തെ അറിയണമെങ്കിൽ നിശബ്ദതയിലേക്ക് എത്തിയാൽ മാത്രമാണ് ജീവിതത്തെ അറിയാൻ പറ്റുക. ഈ തത്വം എപ്പോഴും മനസ്സിലാക്കുന്നു, അപ്പോൾ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നു. ഇപ്പൊ സുധ പറഞ്ഞിട്ട് ഒറ്റ 1 മണിക്കൂർ സംസാരമായിരുന്നു. സുധ കരച്ചു പിടിച്ച് വന്ന 2-4 വഴക്ക് പറഞ്ഞത് മാത്രം സുധ ശരിക്കും ചെയ്തത്. ഞാൻ 4 വഴക്കാ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ ഇതുവരെ അപ്പൊ സുധ പറയാണ്, ഞാൻ പാർക്കിൽ പോകുന്നു സാറേ, എനിക്ക് പാർക്കിൽ പോയാൽ ഒന്നും മനസ്സിലാവില്ല സാധിക്കും. ഇന്ന് പാർക്കിൽ പോയപ്പോ ശരിക്കും സുധ പാർക്ക് കണ്ടു. എങ്ങനെ കണ്ടേ? പാർക്ക് അവിടെ ഉണ്ടായില്ല, ഇതേ പാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സുധ അകത്തോട്ടാണ് നോക്കി. ഞാൻ പറഞ്ഞു, നീ പുറത്തോട്ട് ഇതുവരെ നോക്കിയത്, അകത്തോട്ട് നോക്കുമ്പോൾ കാണുന്നു പറഞ്ഞു. സുധക്ക് സന്തോഷം സംഭവിച്ചു. ഇത് നമുക്ക് എളുപ്പമുള്ള പരിപാടിയാണ്. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. ഇത് മനസ്സ് നമ്മൾ തുറന്നു വെച്ച്, നമ്മളെല്ലാം പുറത്തോട്ടാണ് അന്വേഷിക്കുന്നത്. പുറത്തോട്ട് അന്വേഷിച്ചാൽ ആർക്കും ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യോഗയായാലും, മിറാക്കിൾ മോർണിംഗ് പ്രാക്ടീസുകൾ, യോഗ പ്രാക്ടീസുകൾ, ജേണി ടു ഹാപ്പിനെസ്സുകൾ, മണി മാനിഫെസ്റ്റേഷൻ, ഇതെല്ലാത്തിന്റെ അടിസ്ഥാന തത്വം ലുക്ക് ഇൻസൈഡ്. ഇതെല്ലാം മാറ്റം വന്നവർക്ക് എല്ലാവർക്കും മാറ്റം വന്നത് എവിടെ വെച്ചാണ്? മെഡിറ്റേഷൻ. അതിലേക്ക് വരുമ്പോൾ മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ മുമ്പ് കൂടി ഇരിക്കുന്ന എല്ലാവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തവർ ഇനി ജോയിൻ ചെയ്യും. മെഡിറ്റേഷനിലൂടെയാണ് നമുക്ക് മാറ്റം ഉണ്ടാക്കുക. നമ്മുടെ സൈലൻസിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ജീവിതം ഇതുപോലെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ വെപ്രാളപ്പെട്ട് ഓട്ടായിരുന്നു. അതുകൊണ്ട് റംലത്തും മെഡിറ്റേഷൻ ജോയിൻ ചെയ്യൂ. എന്താ ഇല്ലാത്ത ജോയിൻ ചെയ്യൂ. നമ്മൾ ഇത്രയല്ലേ യോഗ മെഡിറ്റേഷൻ കൂടി ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് പൈസയാണ് കേരളത്തിൽ വാങ്ങിക്കുന്നത്. എമൗണ്ട് വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? എമൗണ്ട് വാങ്ങിച്ചേ പറ്റുള്ളൂ. കാരണം അത് ഭാഗമാണ്, അതല്ലാതെ നടക്കൂല, അതെല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പൊ രാജലക്ഷ്മി മാം എന്തോ പറയാൻ വരുന്നു, പറയട്ടെ. സാറിനും മാമിനും 100,000 ആശംസകൾ നേരുന്നു. വൈഫ് സന്തോഷമായി 100 വാർഷികം ആഘോഷിക്കണം. ഞാൻ മെഡിറ്റേഷൻ 10-20 വർഷമായി ചെയ്തെങ്കിലും പക്ഷെ ഇപ്പോഴാണ് അതിലേക്ക് കറക്റ്റ് ആയിട്ട് വന്നത്. എന്റെ ഗുരു പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് കറക്റ്റ് വേയിലേക്ക് എനിക്ക് വരാൻ പറ്റും. ഇപ്പൊ എനിക്ക് പല കാര്യങ്ങൾക്കും എനിക്ക് സാധിക്കുന്നുണ്ട്. എനിക്കിപ്പോ ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട്. ഇതിനെല്ലാം സാറിന് നന്ദി. രാജലക്ഷ്മി മാം അറിയപ്പെടുന്ന ഒരു ജ്യോതിഷരാണ്. നമ്മൾ കൂടെയുള്ള നിങ്ങൾക്ക് ജ്യോതിഷപരമായ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാജലക്ഷ്മി മാമിന് ബന്ധപ്പെടാവുന്നതാണ്. ആലുവയിലാണ് ആളുള്ളത്. വളരെ ഫേമസ്. ഒരുപാട്
യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണാം. യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഒരുപാട് ഇതുപോലെ ചാനൽസിലൊക്കെ പോയി രാജലക്ഷ്മി മാം സംസാരിക്കുന്നുണ്ട്. വളരെ വളരെ ഫേമസ് ആയ നല്ലൊരു ജ്യോതിഷ് പണ്ഡിറ്റാണ്. അപ്പോൾ അവിടെ അവര് വളരെ കൃത്യമായി ഇപ്പൊ പറഞ്ഞ നേരത്തെ നമുക്ക് യോഗങ്ങളെ പറ്റി പറയുമ്പോൾ ഒരുപാട് നമ്മളെ സംസ്കാരത്തിൽ യോഗങ്ങൾ ഒരുപാടുണ്ട്. അത് സാഖ്യയോഗയാവും, ഭക്തി യോഗയാവും, കർമ്മയോഗയാകാം, അങ്ങനെ പല പല യോഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അത് ഓരോ ആളും ഓരോന്നായി സ്വീകരിക്കും. ചില ആൾ ഭക്തി യോഗമായിരിക്കും, ചില ആൾ ധ്യാന യോഗമായിരിക്കും, ചില ആള് കർമ്മയോഗമായിരിക്കും, ചില ആള് മറ്റു കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇതെല്ലാം സമ്മിശ്രമായി കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ജീവിതത്തെ നമുക്ക് കൃത്യമാകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ സാഖ്യയോഗം വേണം, എന്താ പറയുക, ഭക്തിയോഗം വേണം, കർമ്മയോഗം വേണം, എല്ലാം വേണം. എല്ലാം കൂടി പരിപാലിക്കാൻ നമുക്ക് പറ്റുമോ? അതാണ് പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. പറ്റുമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ അത്രയും വലിയ പണ്ഡിതനൊന്നും ആയിട്ടില്ല നമ്മളിപ്പോ. പറ്റും, സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കർമ്മങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് നൽകേണ്ടതിനൊക്കെ നൽകി, മറ്റുള്ളവർക്ക് എന്താ പറയുക, നൽകുക മാത്രമല്ല ലഭിക്കേണ്ടതിന് ലഭിച്ച എല്ലാ കർമ്മത്തിന്റെ ഫലങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുവോ അതിന്റെ ഫലം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം നമ്മൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യണോ ദുഷ്കർമ്മങ്ങൾ ചെയ്യണോ. കാരണം ഈ കർമ്മത്തിന്റെ ഫലം സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരിക്കുമ്പോൾ എനിക്ക് തീരുമാനിക്കാൻ പറ്റും എനിക്ക് സത്ത് വേണോ മറ്റത് വേണോ എന്ന്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഏത് കർമ്മവും ചെയ്യുന്നത്. ഒരാളും അറിഞ്ഞുകൊണ്ട് ദുഷ്കർമ്മങ്ങളിലോ അല്ലെങ്കിൽ നീചകർമ്മങ്ങളിലോ ചെയ്യാൻ നിൽക്കില്ലല്ലോ. ബോധപൂർവം ചെയ്യുന്നവരുണ്ടോ എന്നറിയില്ല, ഞാൻ എന്റെ മനസ്സിനെ സംബന്ധിച്ച്. അപ്പൊ സത്കർമ്മങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അത് തന്നെയായിരിക്കും. അപ്പൊ ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ ലഭിക്കുന്നത് എല്ലാവർക്കും അത് തന്നെ ലഭിക്കും. അപ്പൊ അത് സന്തോഷപൂർവ്വം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമ്പോൾ ജീവിതം നശ്വരമായി മാറട്ടെ. എല്ലാവർക്കും സന്തോഷം. കൂടുതൽ സമയം വേണ്ട സംസാരിക്കാറുണ്ട്. ഒരാള് ഓരോരുത്തരായിട്ട് പറയണേ. ഒരാള് സാർ ഒരു കാര്യം ചോദിക്കാനാണ്. ലതാംബിക പറയട്ടെ. ഒരു മിനിറ്റ്, ബാക്കി എല്ലാവരും ഒന്ന് മിനിറ്റ്. ലതാംബിക ഒന്ന് പറയട്ടെ. ഞാൻ രാജലക്ഷ്മി. ലതാംബിക പറയട്ടെ. ലതാംബിക ഒരു മിനിറ്റ്. രാജലക്ഷ്മി അത് കഴിഞ്ഞിട്ട് പറയാം. ലതാംബിക മാമോട് വാ. മാം പോയി, മാമിന് കോൾ വന്നു. മാം നമസ്കാരം. രണ്ടുപേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് നാള് സന്തോഷമായിട്ട് സുഖമായിട്ടും ഐശ്വര്യമായിട്ടും സമ്പൽ സമൃദ്ധിയോടും കൂടി ജീവിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നേരത്തെ പറഞ്ഞ രാജലക്ഷ്മി ആരാ പറഞ്ഞേ? സാറേ ഞാൻ ശോഭന. പറ സാറേ, എന്റെ മരുമോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ദുബായില്. അപ്പൊ എങ്ങനെയാ സാറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ? അവിടെ അവരുടെ ദുബായ് സിറ്റിയാണ് സ്ഥലം. അതിന് അടുത്തെങ്ങാനും ആണോ ഇത് സാറിന്റെ പ്രോഗ്രാം നടക്കുന്നത്? അപ്പൊ അതിന്റെ അഡ്രസ് ഡീറ്റെയിൽ ഒന്ന് പറയുമോ? അവർക്ക് എത്താൻ പറ്റുമെങ്കിൽ വരാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നമ്പർ കൊടുത്ത് അവളോട് വിളിക്കാൻ പറയാൻ ഡീറ്റെയിൽസ് കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ അവളുടെ നമ്പർ സാറിന്റെ നമ്പർ കൊടുത്താൽ മതിയോ? ഇതിൽ കാണുന്ന നമ്പര് കൊടുത്താൽ മതിയോ? അല്ല പിന്നെ ആശയുടെ നമ്പർ ഒന്ന് ഇടുവോ? സാറിന് ബിസി ആണെങ്കിൽ. 055 ഒരു നിമിഷം. 055 89 289 121 055 89 121. ശരിയാണോ? അതെ. താങ്ക് യു. ഞാൻ അവളെ വിളിപ്പിക്കാവേ. അല്ല, ഞാൻ വിളിച്ചിട്ട് നമ്പർ തരാം. ആയില്ല അവിടെ വന്നിട്ടേ. അപ്പൊ സ്ഥലമൊന്നും അറിയാൻ പാടില്ല. അപ്പൊ പേര് നീതു അനന്തു എന്നാണ്. എന്റെ മോന്റെ വൈഫാ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വിളിക്കാൻ പറ. പിന്നെ ലാസ്റ്റ് സീറ്റ് ഉണ്ടാവില്ല. ആണോ? ഇന്ന് വിളിക്കാനായിട്ട് ഇപ്പൊ ഇത്ര സമയമായില്ലേ സാറ്? ഇവിടെ കുറച്ചായിട്ടില്ല, 8:30 മണിയായിട്ടു. ആണോ? ഇന്നിപ്പോ എന്നാ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അപ്പൊ അവരുമായിട്ട് കോണ്ടാക്ട് ആയിരിക്കും. ഞാൻ വിളിച്ചാൽ കിട്ടുമോന്ന് അറിയത്തില്ല. രാവിലെ വിളിക്കാൻ പറഞ്ഞു. നാളെ വിളിപ്പിക്കാം. രാവിലെ വിളിക്കാൻ പറയണേ. ബാബു സംസാരിക്കട്ടെ. ബാബു. ഓക്കെ സാർ, നമസ്കാരം. നമസ്കാരം ബാബു. ആദ്യമായിട്ട് ഞാൻ ദിനേശ് സാറിനും ശ്രീലേഖ മാഡത്തിനും
എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ നേരുന്നു. ഒരുപാട് നമുക്കൊക്കെ മാതൃകയായി ഇന്നും നമ്മുടെ മുന്നിൽ ഒരു വഴികാട്ടിയായിട്ട് ദിനേശ് സാറും നാമും കൂടി ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ഞാൻ ഈ കഴിഞ്ഞ 2025 ഫസ്റ്റ് ജനുവരി തിരുവനന്തപുരത്ത് നടന്ന പ്രോഗ്രാമിൽ കൂടിയാണ് ദിനേശ് സാറിനുമായി കൂടുതൽ അടുപ്പമുണ്ടാകാൻ വേണ്ടി സാധിച്ചത്. അന്നു മുതൽ ഇങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മാനസികമായും ശാരീരികമായും ഭൗതികമായും ഒക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു മാനസികാവസ്ഥ കൈവന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിനേറെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാനിവിടെ അറിയിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം ഒരു 4 പേര് പാട്ടും കൂടി പാടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പാട്ടെ സാറേ? ഓക്കെ. ഒരു യുഗം ഞാൻ തപസരിക്കും ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം ഒഴിഞ്ഞ സുമം പോത്തു വിടർന്നു. ഒരു യുഗം ഞാൻ തപസരിക്കും ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം ഒഴിഞ്ഞ സുമം പോത്തു വിടർന്നു. മുഖമാമൻ മനസ്സിൽ ഗാനമായി നീയുണർന്നു, മുഖമാമൻ മനസ്സിൽ ഗാനമായി നീയുണർന്നു. ഹൃദയമൃദുല തന്ത്രിയേകി ദേവാമൃതം വൈശാഖ സന്ധി നിൻ ചുണ്ടിലെന്തി അരുമസഹിതൻ അതര കാന്തിയോ. കോമലേ ഉണരു നീ, വിണ്ണിൽ നിന്നു പാറി വന്ന ലാവണ്യമേ. വൈശാഖ സന്ധി നിൻ ചുണ്ടിലെന്തി അരുമസഹിതൻ അതര കാന്തിയോ. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു സാർ. പറഞ്ഞോളൂ മാം. വിവാഹ വാർഷിക ആശംസകൾ സാർ. ഞങ്ങളുടെ സായിറാം, ജ്യോതി, ശരവണൻ. സായിറാമിന്റെ ഒരു പാട്ടും കൂടി ബാക്കിയില്ലേ? ബാക്കിയുണ്ട്. ഞങ്ങളുടെ ആശംസകൾ ആദ്യം പറയട്ടെ സാർക്ക്. ഇനി ഒരുപാട് പേർക്ക് നല്ലൊരു ലെർണിങ്ങും എല്ലാം കിട്ടട്ടെ സാറിൽ നിന്ന്. ഓക്കെ സാർ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സർ. ഹാപ്പി ബർത്ത്ഡേ മോനെ. എനിക്ക് ബർത്ത്ഡേ വിശേഷം മതി കേട്ടോ. വെഡിങ് ആനിവേഴ്സറി പറഞ്ഞ് ഹെവി ആണല്ലോ. ഹാപ്പി വെഡിങ് ബർത്ത്ഡേ ഫോർ യു. ഓക്കെ. താങ്ക് യു സർ. ഞാൻ പറയട്ടെ സാർ? പേര് പറഞ്ഞോളൂ മാം. ധന്യ. പറഞ്ഞോ. എന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ സാറിന്റെ ഹാപ്പിനെസ് മാസ്റ്റർ ഹബിൽ വന്നിട്ട് 7 മാസമായി. എന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇനിയും ഒരുപാട് പേർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാനും സാർ വളരെ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. സാറിന് പറയാനുള്ളത് കൂടെ പറഞ്ഞതിന് ശേഷം മോന്റെ ഒരു പാട്ട് രാജലക്ഷ്മി സംസാരിച്ചു നിർത്താം. രാജലക്ഷ്മി മാം. 2 ആഴ്ചയായിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2 ആഴ്ചയായുള്ളൂ ഇതിൽ ജോയിൻ ചെയ്തിട്ട്. എന്റെ കാലിനൊരു ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 മാസമായി. പക്ഷെ എനിക്ക് കൈ നിവർക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ എന്നും പുലർച്ചയ്ക്കും രാവിലെയും വൈകിട്ടും രാത്രിയിലും മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. എന്തോ ഫസ്റ്റിലെ ദിവസം തന്നെ എനിക്കൊരു പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമാണ് വന്നത്. മടക്കാനോ നിവർത്താനും പറ്റാത്ത എന്റെ വലത്തെ കൈ ശരിക്കും നിവർത്തി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുട്ടികളോട് പറഞ്ഞു ഇതിന് നല്ല നിർത്താനൊക്കെ പറ്റും. മടക്കാൻ വല്ലാണ്ട് മുഴുവൻ ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും സാറിന്റെ പ്രോഗ്രാമിലാണ് ഞാൻ ഉള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലത്തെ കാര്യം നോക്കാനൊരു സമയം കിട്ടുന്നില്ല എന്ന് പറയാം സത്യത്തില്. ഇപ്പോഴും അതാ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരിക്കേണ്ട തിരക്കായി. പക്ഷെ ഞാൻ നേരത്തെ കാലം റൂമിൽ പോവും.
ഈ ക്ലാസ്സിലും ആനിവേഴ്സറി രണ്ടുപേർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ രണ്ടുപേരും പാടാണ്. പാട്ടൊന്നും അത്ര വലിയ വശമൊന്നുമില്ല, അല്ല പ്രയാധിക്കും. ശരീര അസ്വസ്ഥതകൾ ഇപ്പൊ പറഞ്ഞില്ല, ശരീരത്തിന് ഒരു അസ്വസ്ഥതകളും ഇല്ല എനിക്ക്, സത്യം പറയാച്ചാല് അത്രയും കറക്റ്റ് ആയിട്ടുണ്ട് ഞാന്. ഏതായാലും ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മരാജിലെത്തുന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാര, നിന്മനോരാജ്യത്ത് രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ദാഹിച്ചു മോഹിച്ചു പ്രേമയമുനയിൽ താൻ കരളിലുറങ്ങും കതിർ കാണാ കിളി കാത്തിരിപ്പൂ നിന്നെ, കാത്തിരിപ്പൂ നിന്നെ. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാര, നിന്മനോരാജ്യത്ത് രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. വീണുടയാതെ ഇരിക്കാൻ ജീവിത വീണതരാം ഞാൻ കയ്യിൽ, കനക സ്മരണകൾ നീട്ടിയ നെയ്ത്തിരി കാഴ്ച വയ്ക്കാൻ മുൻപിൽ, ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിള്ളിത്തരുമോ? കൂടുതൽ മധുരമായി കഴിഞ്ഞാൽ വിജയലതാവാതിലിൽ വരുമോ? വീണമീട്ടി റേഞ്ച് കട്ടായി. നമുക്കല്ലെങ്കിൽ കുറെ സമയമായില്ലേ, ഇത് കഴിഞ്ഞാൽ ശരിയാവില്ല. സായിറാമിന്റെ ഒരു കീർത്തനം കൂടി കേട്ടിട്ട് നമുക്ക് പോവാം അല്ലേ? രണ്ട് വാക്ക് അതിനുശേഷം ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. വേറൊരു ഹാപ്പിനെസ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്, ഫ്യൂ മോർ മിനിറ്റ്സ്. സായിറാം ഒരു നല്ലൊരു കരോക്കെ ഒന്നില്ല, നല്ലൊരു കീർത്തനം പറയുമോനെ. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇനി നമുക്ക് ബാക്കിയെല്ലാം നിങ്ങൾ ഒന്ന് വാട്സപ്പിൽ ഒന്ന് വോയിസ് ആയിട്ട് അയച്ചോ കേട്ടോ. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രസാദ് സാറും കൂടി രണ്ട് വാക്ക് സംസാരിക്കും തോന്നുന്നു അല്ലേ? ആ ബാക്കി എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. പ്രസാദ് സാർ സംസാരിക്കും പെട്ടെന്ന്, 1 മിനിറ്റ്. സാറിനും മാമിനും ഹാപ്പി വെഡിങ് ഡേ വാഴ്ത്തുക്കൾ. താങ്ക് യു. ഓക്കെ, നമുക്ക് സായിറാം റെഡി. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ഇനിയിപ്പോ നമുക്ക് ബാക്കി സമയം തികയില്ല കേട്ടോ, ഒരുപാട് സമയമില്ലേ. ഓക്കെ, നിങ്ങൾ എല്ലാവരുടെയും വിശ്വസ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു ദിവസം പറയാം. മോനെ അവിടെ എല്ലാം ഞാൻ മ്യൂട്ട് ചെയ്തു. മോനെ അവിടുന്ന് അൺമ്യൂട്ട് ചെയ്തോടാ. സായിറാം അവിടുന്ന് അൺമ്യൂട്ട് ചെയ്യും മോനെ. അടേ നാദം സമവേദാക്ഷരങ്ങൾ പൂത്തു നിൽക്കുന്ന മന്ത്രം മന്ത്രമാണെന്നിനാദം. ഏതോ ജന്മാന്തരങ്ങൾ പൂജ ചെയ്തോരു പുണ്യ വേദനാദം. ഇതു നിൻ പ്രസാദം കൃഷ്ണ ഹരി മാധവ, നീ മാത്രമാണിന്നെന്റെ അഭയം. കൃഷ്ണ കൃഷ്ണ നവനീതര കൃഷ്ണ, കീർത്തനവിൽ മുരളീലം പകരാനാദം. നാദം ബാലകോ വൃന്ദബാലം വാമദേവാദിവൃന്ദ്യ നാദസേവാചരിതം. ഏതോ ജന്മാന്തരങ്ങൾ പൂജ ചെയ്തോരു പുണ്യ വേദനാദം.
എൻ ബാല്യകാര്യങ്ങൾ നിന്നാമോരാതെ പാഴായി മറഞ്ഞേ പോയി. സൗഭാഗ്യമോഹങ്ങൾ നിന്നോർമ്മയോരാതെ എങ്ങോ ഒളിച്ചേ പോയി. രഘുവരൻ നിൻ തിരുനാമം പോലും പാടാനടയാനടിയനു ഗതിയായി. എന്നാലും എൻ ജീവജാലം നിറയെ നീ തന്ന അഴകിന്റെ നിർമാല്യം. കൃഷ്ണ മുരളി കൃഷ്ണ നാദം നാദം ബാലകോ വൃന്ദബാലം വാമദേവാദിവൃന്ദ്യ നാദസേവാത്മചിതം. മുന്നിലൊന്നു പാടാൻ മറന്ന ഗന്ധർവനെങ്കിലും എന്നെന്തു ചേർന്ന മൺവീണ ഇന്നു തകരാതെ നൽകണേ. എൻ പ്രേമഭാവം അറിയാത്ത കർണസഞ്ചാരിയെങ്കിലും എൻ ആത്മരാഗ നിർമാല്യം ഇന്നു പാടാതിരിക്കണേ. മുന്നിൽ വീണു കേഴും എന്റെ കരളിന്നും വരം കാണണേ. എരിയുമെൻ ദുഃഖ വിരൽ വീഴുന്ന പ്രാണസങ്കടം കേൾക്കണേ. തനും തൊം തീരണ തനും തൊം തീരണ തജണു തക ദീനനാം ദീനനടുത്തില്ലാന വദനി സസ കിടച്ചു തിന്നി കിരജമ്മ തജമ്മ തനും തൊം തീരണ ഉദന തീന്ത കിടത തില്ലാലന തീൻ തീരണ വിഘ്ന നിവാരണമൂർത്തി സമർപ്പിതം ഹരിതില്ലാന സമർപ്പിതം തിരുതില്ലാന സമർപ്പിതം തിരുതില്ലാന. എല്ലാവരും മോനെ ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്തേ. അടിപൊളി, സൂപ്പർ സൂപ്പർ മോനെ സൂപ്പർ, കൺഗ്രാചുലേഷൻ. സൂപ്പർ മോനെ, മോനെ സൂപ്പർ. സൂപ്പർ മോനെ, അടിപൊളി. സായിറാം അങ്ങനെ എല്ലാവരോടും സംസാരിക്കൊന്നുമില്ല കേട്ടോ. സായിറാം വളരെ ലിമിറ്റഡ് മാത്രമേ സംസാരിക്കൂ. പക്ഷെ ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സാ. അല്ലേ മോനെ? നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാ. നമ്മൾ തിക് ഫ്രണ്ട്സ് അല്ലേ? ഓക്കെ. ഇനി സാറേ, പറഞ്ഞോട്ടെ. ഇനി സാറിന്റെ ഇനി നമുക്ക് ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് സാറ് ചെലവഴിച്ചു. ഇനി നമുക്ക് ചാറ്റ് ബോക്സിലൂടെ സാറിന് എല്ലാവരും വിഷസ് അറിയിക്കണം. ഇനി നമുക്ക് സാറിന്റെ അടുത്തുനിന്ന് കുറച്ച് വിശേഷപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. സാറിന്റെ മനസ്സൊരു വിസ്മയം എന്ന് പറയുന്ന പുസ്തകത്തില് പഞ്ചാമൃതം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുടുംബ ജീവിതത്തിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ സാർ അതിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം നമ്മളുടെ ഈ ഒരു യാത്ര, ഞാൻ 1 വർഷത്തിൽ കൂടുതലായി സാറിൻ്റെ കൂടെ സാറിൻ്റെ ക്ലാസ്സുകളിലും ജോയിൻ ചെയ്ത് സാറിൻ്റെ ഒരു ഉപദേശത്തോടു കൂടിയിട്ടും എനിക്ക് ഒരു നല്ല വഴികാട്ടിയാണ് സാറ്. അതുപോലെ തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ തിരുത്തി ആ ഒരു രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ കൂടിയാണ്. നിങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ തന്നെയാണ് സാർ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പം ഇന്ന് നമ്മളോട് സാറിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് കേൾക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിലപ്പെട്ട കാര്യങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം സാറിനോട് സംസാരിക്കാനായിട്ട് ചോദിക്കാം. അപ്പം ഞാൻ മുമ്പേ ചോദിച്ച പോലെ തന്നെ നമുക്ക് ഈ നല്ലൊരു ദിവസത്തിൽ സാറിന് ഞങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശം, ഞങ്ങൾ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടുന്നത് എവിടെയാണ്, ഇനിയും ഓരോ കുടുംബങ്ങളിലും കൊണ്ടുവരേണ്ടുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോരുത്തരും എങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് മൈൻഡ്ഫുൾനെസ് ആയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും സാധിക്കണം, അതിന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് ചെറിയതായിട്ട് ഒന്ന് പറയുക. പിന്നെ കൂടുതൽ അറിയാൻ ഓക്കെ, അറിയാം. മ്യൂട്ടായി. ഇന്ന് ഞാനൊരു ക്ലാസ് നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരോടും ആദ്യം നന്ദി ആണ് ഒറ്റ വാക്കിൽ പറയാനുള്ള, നന്ദി മാത്രം. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, ഇത്രയും ആൾക്കാർ എന്നെ ശ്രമിക്കാൻ ഇവിടെ ഇരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. എന്നെ സംബന്ധിച്ച് വലിയൊരു ബ്ലെസ്സിങ് ആണ്. അത് ഞാൻ പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുന്നു. നന്ദി നാഥ്. ഇന്നൊരു ക്ലാസ്സോ ലെക്ചറിങ്, നമുക്ക് ഇഷ്ടംപോലെ ലെക്ചറിങ് സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ട്.
ഇന്ന് അതിന് തുനിയുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുടുംബത്തെ ബേസ് ചെയ്ത് മാത്രം ഒന്ന് പറയാം. കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാരണം പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ബന്ധത്തിലെ നമ്മുടെ കുടുംബത്തെ പറ്റിയിട്ടാണ്. ഞാൻ ആർക്കും അറിയാത്തൊരു സത്യമൊന്നും പറയാനൊന്നും എൻ്റെ ഇല്ല. എല്ലാവർക്കും അറിയുന്നതും എല്ലാവരും ഉൾക്കൊള്ളുന്നതും. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകും, നമ്മൾ പാലിക്കാൻ തയ്യാറാവാത്ത ഒരു കാര്യമാണ്. ഈ കുടുംബ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കുടുംബ ബന്ധത്തിന്റെ അടിസ്ഥാനമായ ആ ഒരൊറ്റ തത്വം ഇന്ന് ഞാൻ ഒരു കുട്ടിയോട് സംസാരിക്കേണ്ട, ഒരു 2 മണിക്കൂർ നേരത്തോളം സംസാരിക്കേണ്ട ഇതേ ഒരു കാര്യത്തെ പറ്റിയിട്ട്. അത് പറഞ്ഞു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്ന് തന്നെ അതിന്റെ റിസൾട്ട് അവിടെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോ കുടുംബ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. എന്തായിരിക്കും? പരസ്പര വിശ്വാസമോ സ്നേഹമോ ദേഷ്യമോ സങ്കടമോ ഇതൊന്നുമല്ല ഇതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാന തത്വം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പരസ്പരമുള്ള മനസ്സിലാക്കൽ മാത്രമാണ്. യെസ്, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും പരസ്പരമുള്ള മനസ്സിലാക്കൽ. അതും എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവരവരായി തന്നെ മനസ്സിലാക്കണം. എൻ്റെ വൈഫ് ഇവൾ എന്റെ ഇഷ്ടത്തിനായിരിക്കണം എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ തുടങ്ങും നമ്മുടെ പ്രശ്നങ്ങൾ. അവളാണും ഞാനാണെന്നും ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു പാലം നമ്മൾ ബിൽഡ് ചെയ്ത് ആ പാലത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ എപ്പോ തുടങ്ങുന്നുവോ അപ്പോൾ മാത്രമാണ് ഇമ്പം ഉണ്ടാവാൻ പോകുന്നത്. അല്ലെങ്കിൽ കൂടുമില്ല, ഇമ്പവും ഇല്ലാത്ത അവസ്ഥ വരും. അവിടെ ഭംഭം മാത്രമേ ഉണ്ടാവുള്ളൂ, ഇമ്പം ഉണ്ടാവും. അപ്പൊ രണ്ട് സ്ഥലത്ത് നിൽക്കുന്നതാണെന്ന് പൂർണ്ണമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ ഇടയിൽ ഇട്ടുവെക്കുന്ന പാലമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ബന്ധങ്ങൾ. ഇതിനെ കൃത്യമായി പാലിച്ചാൽ മതി, ഇതിലെല്ലാം ഉണ്ടാകും. കുടുംബ ജീവിതത്തിലല്ല, നമ്മുടെ ജീവിതത്തിൽ സുഖമുണ്ടാവും, ദുഃഖമുണ്ടാവും, സങ്കടമുണ്ടാവും, ദേഷ്യം ഉണ്ടാവും, എന്താ പറയാ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവും, മടി ഉണ്ടാവും. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതൊന്നും ഒരു വ്യത്യാസവും ആരും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് ശരിയല്ലാതാണ്. ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ എന്തുണ്ടാകുമ്പോഴും പരസ്പരം അറിയണം, ഇത് അങ്ങോട്ട് പോകാൻ തയ്യാറാണോ ഇങ്ങോട്ട് വരാനും തയ്യാറാണോ. ഇതിന്റെ ഇടയിൽ പിടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെടുക്കാം. നമുക്ക് അടിസ്ഥാനമായി 2 പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുന്ന 10 മാലിന്യങ്ങൾ 2 എണ്ണത്തിന് മാത്രം ഇവിടെ എടുത്താൽ മതി, ബാക്കിയൊക്കെ തൽക്കാലം ഇരിക്കട്ടെ. നമ്മൾ ഒരു കുടുംബത്തിൽ ഉണ്ടാവും, ഒരു കോൺഫ്ലിക്റ്റ് നടന്നാൽ, ഒരു സംഭവം നടന്നാൽ, നമുക്ക് 2 വിഷയങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. ഒന്നെന്താണെന്നറിയോ? ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല. ഒരു വിഷയം നമ്മൾ നടന്നു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരു ഉദാഹരണം, ഞാനിപ്പോ ഇവിടെ ഇരുന്ന് കുറേ നേരം ക്ലാസ് എടുക്കുന്നു. ഇവൾക്കിപ്പോ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പോകണം. കുറേ നേരം ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഇപ്പൊ ഇവൾ ഇതുമായിട്ട് ഇൻവോൾവ് അല്ലെങ്കിൽ അവൾ എന്താ പറയാ, നിങ്ങളൊരു ക്ലാസ് നിമിത്തം നമുക്ക് പുറത്തു പോകാൻ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, നിങ്ങൾക്കൊന്ന് വന്നാൽ മതിയായിരുന്നില്ലേ, ഇതെന്നെ എടുത്തുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് സ്വാഭാവികമായും പറയും. ഇതിന് യാതൊരു തർക്കവുമില്ല, എല്ലാവരും പറയും. കാരണം അത് അവരുടെ കാഴ്ചപ്പാട്. പക്ഷെ ഇവിടെയുള്ള ആൾ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും. ഇത് രണ്ടും കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ പരസ്പരം, അപ്പൊ നിനക്ക് കാണുന്നില്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്, നീ കണ്ടാൽ മനസ്സിലാവൂലേ എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഇതിന് ഇമ്പോർട്ടൻ്റ് ഇല്ലേ, എന്റെ വെഡിങ് ആനിവേഴ്സറി ഇല്ലേ, നിങ്ങൾ വെഡിങ് ആനിവേഴ്സറി, അപ്പൊ എന്റെ ആവട്ടെ വെഡിങ് ആനിവേഴ്സറി, നമ്മുടെ അല്ല, ഇത് എന്റേതാവും, എന്റെ വെഡിങ് ആനിവേഴ്സറി നിങ്ങൾക്ക് ഉണ്ടാവില്ലേ. അപ്പൊ മറ്റാൾ അതെന്ത് എന്റേത് മാത്രം, നിന്റേത് മാത്രമാണ് വെഡിങ് ആനിവേഴ്സറി. എന്നാൽ നിങ്ങൾക്ക് ആ ബോധം ഉണ്ടായിരുന്നു, സാധാരണ സംസാരിക്കുന്നത് ഇതൊക്കെ, നിങ്ങൾക്ക് ആ ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ വരില്ലായിരുന്നു, ഒരു സെലിബ്രേഷൻ ഡേറ്റ് ആണ്, വർഷത്തിൽ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. ഇത് പറയുന്ന സമയത്ത് എന്താവുന്നറിയോ, നമ്മുടെ ഒരു സാധനം എഴുന്നേറ്റ് വരും. ആ പുള്ളി പറയുന്നത് എന്താണോ, നമ്മളിൽ ഈഗോ എന്ന് പറയുന്ന സാധനം എഴുന്നേറ്റ് വരും. ഏതാണ്? എനിക്ക് 2 കൊമ്പുണ്ട്, എന്താ നിനക്ക് മാത്രം ഞാൻ വരുന്നില്ല എന്നാല് എന്ന് തുടങ്ങി ഈഗോ എഴുന്നേറ്റ് വരും. ഈ ഈഗോ എഴുന്നേറ്റ് വന്ന അടുത്ത പരിപാടി എന്താണെന്നറിയോ, എന്നാ നീ പൊക്കോ, ഞാൻ വരുന്നില്ല, ഞാൻ സെലിബ്രേഷൻ ഒന്നുമില്ല, എന്റെ ഒരു പരിപാടിക്ക് ചവിടെ ഇരിക്കും. അപ്പോൾ അടുത്ത ആളുടെ വിഷയം എന്താണെന്നറിയോ, നേരെ പശ്ചാത്താപത്തിൽ പോകും. ഷോ, ഈ മനുഷ്യനെ ഞാൻ മനസ്സിലാക്കാതെ ഇതൊക്കെ പറഞ്ഞല്ലോ, ഇത് പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പൊ എന്ത് ചെയ്യും? സോറിയും കൊണ്ടുവരും. നമ്മൾ ഒരാൾ ഈഗോയിൽ നിൽക്കുന്നു, മറ്റാൾ സോറിയും കൊണ്ടുവരും. ഈ സംഭവിച്ച പിന്നെ അവിടെ സംഭവിക്കുന്നതാണ്, അപ്പോ ഈഗോ ഒന്നുകൂടി, ആഹാ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ കണ്ട അവള് കരച്ചിലിന്റെ അകത്തേക്ക് എത്തി. പിന്നെ ചോദിക്കും, നീ എന്തിനാ കരഞ്ഞ്, നീ കരയേണ്ട ആവശ്യം എന്താണ്, ഞാൻ പറഞ്ഞത് സത്യമല്ലേ. അപ്പൊ വീണ്ടും കരച്ചിൽ തുടങ്ങി അവിടെ. അപ്പൊ ആ കരച്ചിൽ കഴിയുമ്പോൾ പറഞ്ഞു കേൾക്കുന്ന അപ്പോഴേക്കും ഭർത്താവ് റെഡി ആയിട്ട് പോവാന്ന് പറഞ്ഞ് റെഡി ആയിട്ട് പുറത്തിറങ്ങും.
ആര് വരുന്ന പിന്നെ ഇന്ന് വരുന്നില്ല, ഞാനില്ല, എന്നെ കരയിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയും. നമ്മളെ അപ്പോഴേക്ക് ആണിന് അവന്റെ അടുത്ത ആങ്കർ ഓപ്പൺ ആയി വരും. എന്നാ പിന്നെ നീ പറഞ്ഞ ഒരൊറ്റ അടി തിരിച്ചങ്ങോട്ട് കൊടുത്തു. അപ്പൊ വീണ്ടും താഴോട്ട് പോയി. അപ്പൊ ഇയാളുടെ ഈഗോ മുകളിലോട്ട് എഴുന്നേറ്റുന്നു. നിങ്ങളെന്നെ തല്ലാൻ ധൈര്യമുണ്ടോ? ഇന്ന് തല്ലണമായിരുന്നു, നിങ്ങൾക്ക് നാളെ തല്ലിയാൽ മതി. വിഷയമായി മാറും. ഈ വിഷയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ നടക്കുന്നത്. അതായത് ഈഗോയും സെൽഫിഷ്നെസ്സും പിന്നെ ഇതുപോലെ ആങ്കർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്ക് വിഷയങ്ങളെല്ലാം സൊല്യൂഷൻ ഉണ്ടാക്കാൻ. ഈ സമയത്ത് ഒരാള് പൊങ്ങുമ്പോൾ മറ്റാളൊന്ന് അതിനനുസരിച്ച് റെഡിയാക്കി നിന്ന് കൊടുക്കാൻ പറ്റുമോ? കഴിഞ്ഞു അവിടേക്ക് വിഷയം. ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഒരാൾ ദേഷ്യപ്പെടുന്നോ, മറ്റാൾ തണുക്കാൻ തയ്യാറാവുകയും, ഒരാൾ തണുത്തിട്ടുണ്ടോ, മറ്റാളൊന്ന് അയാളെ ഓടിക്കാൻ, അതായത് ചൂടാക്കാനും റെഡിയായാൽ മാത്രം മതി. അവിടെ തീരാവുന്ന വിഷയങ്ങളേ ഇവിടെ ഉള്ളൂ. ഈ ഒരു കാര്യം പരസ്പരം സൈലന്റ് മാത്രമല്ല, ഞാൻ ഒരിക്കലും സൈലന്റ് ആവണമെന്ന് പറയില്ല, ഒരിക്കലും ടോട്ടലി സൈലന്റ് അല്ല. ആ സന്ദർഭം നമ്മളിങ്ങനെ ആലോചിച്ച് ജസ്റ്റ് നോക്കുക. ഒരു കുടുംബമാകുമ്പോൾ രണ്ട് പേരും ഇങ്ങനെ ആയിരിക്കണം, ഒരേപോലെ ആയിരിക്കണം, രണ്ടും കൈകൾ വയ്ക്കണം. പക്ഷേ രണ്ട് കൈയും ഒന്നിച്ചു വന്നാൽ ശബ്ദം ഉണ്ടാവും, ഒന്നിച്ചടിച്ചാൽ. ഇനി ഈ കൈയും ഇങ്ങനെ നിൽക്കുകയാണ്, നേരെ നിൽക്കുകയാണ്, ഒന്ന് അടിക്കാൻ വേണ്ടി ഓടുമ്പോ മറ്റേ കൈ താഴോട്ട് പോയാൽ എന്ത് സംഭവിക്കും? ആ അടി അവിടെ നടക്കൂല. അപ്പൊ അയാൾ തിരിച്ചു പോകും, അപ്പൊ ഇയാൾക്ക് പോകാം. അപ്പോൾ ഇയാൾ തിരിച്ചു വരുമ്പോൾ ഇയാളും തിരിച്ചു താഴോട്ട് പോയാൽ വിഷയം തീർന്നോടെ. ഇത്രയും ലളിതമാണ് കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങൾ. ഇത് ചെയ്താൽ മാത്രം മതി. ഇത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളുമില്ല, സാധിക്കൊക്കെ ചെയ്യും. ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ഇതൊക്കെ ഭാഗമായിട്ട് ഉണ്ടാവണം. ഇപ്പൊ ഞാൻ ഇത്തിരി അവിടെ ഇരിക്കും. അപ്പൊ ഇതൊക്കെ ഭാഗമാണ്. കുടുംബ ബന്ധത്തെ പറ്റി കൂടുതൽ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ മതി. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പുസ്തകം ജേർണി ടു ഹാപ്പിനെസ് എഴുതിയപ്പോഴേ റിലേഷൻഷിപ്പ് വന്നപ്പോൾ അവിടെ കുടുംബ ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, സാഹചര്യ ബന്ധങ്ങൾ, പ്രണയ ബന്ധങ്ങൾ, സഹജീവി ബന്ധങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തിപ്പോയിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞില്ല. പക്ഷെ ഇത്തവണ പുതിയ വേർഷൻ പുസ്തകം 3ാമത്തെ എഡിഷൻ വരുമ്പോൾ ഇതിനെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നാളെ നിങ്ങൾക്ക് പുസ്തകം കിട്ടിയ പുസ്തകം വന്നിട്ടുണ്ട്. എല്ലാവരും വേണ്ടവർ ബുക്ക് ചെയ്തോളൂ. അതിൽ 5 പേജുകൾ ചേർത്തിട്ടുണ്ട് പുതിയതായിട്ട്. ഈ ബന്ധങ്ങളെ പറ്റിയിട്ടും പിന്നെ വിനോദത്തെ പറ്റിയിട്ടുമാണ് കൂടുതലായിട്ട് കൃത്യമായി എഴുതിയിട്ട്. മറ്റേ അത്രയും ഇല്ലായിരുന്നു അവസാനം. അത് ഓർഡർ ചെയ്ത് പിന്നെ നമ്മുടെ സ്പിരിച്വൽ മറ്റേ ഇതിനെ പറ്റിയിട്ട്, നമ്മുടെ എനർജിയെ പറ്റിയിട്ട് കൂടുതലായിട്ട് എഴുതി. അങ്ങനെ ഏകദേശം 206 പേജ്. നേരത്തെ 194, 206 പേജ്. നേരത്തെ 182 പേജേ ഉള്ളൂ. ഇപ്പോഴത്തെ 206 പേജായിട്ട് കൂടിയിട്ടുണ്ട് പുസ്തകം. അതുകൊണ്ട് വിലയും കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട, വിലയും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഹാപ്പി ന്യൂസ്, പോയോ ലേഖ എവിടെ വാ, മറ്റൊരു ഹാപ്പി ന്യൂസും കൂടി ഇന്ന് നിങ്ങൾക്ക് അനൗൺസ് ചെയ്യുന്നു. എത്ര പേര് താല്പര്യമുണ്ട് എന്നൊക്കെ നോക്കി തീരുമാനിക്കുക. റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് ഇന്ന് നിങ്ങൾക്ക് ഔദ്യോഗികമായി അനൗൺസ് ചെയ്യുന്നു. ഈ മാസം തന്നെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സെഷൻ തുടങ്ങുന്നു ബന്ധങ്ങളെ പറ്റി. അത് ഞാൻ ഒറ്റക്കായിരിക്കില്ല ക്ലാസ് എടുക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നിട്ടായിരിക്കും എന്നുള്ള ഒരു ഹാപ്പി ന്യൂസും കൂടി ഷെയർ ചെയ്യുന്നു. ആ ക്ലാസ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കും, ഒന്നിച്ചിരുന്നിട്ട് ബന്ധങ്ങൾ. അപ്പൊ നിങ്ങളും ഒന്നിച്ചിരുന്നത് വേണം. ഹസ്ബൻഡിന് കൂടെ ഇരുന്ന്, ഇവിടെ പലപ്പോൾ പല ആൾക്കാരും നമുക്ക് അങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ഒന്ന് ഇരുന്നിട്ട് വേണം നിങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കാൻ, അവരെയും കൂടി പ്രോത്സാഹിപ്പിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ ഒരു ബന്ധം, കൂടുതൽ ഊഷ്മളമായ ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇതെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാ സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പറഞ്ഞു ശക്തിയില്ലെങ്കിൽ ശിവനില്ല. ഇത് പോസിബിളേ അല്ല. അതായത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്, സ്ത്രീ എന്ന് പറയുന്ന ശക്തിയില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. കാരണം അമ്മയായും എല്ലാത്തിലും സ്ത്രീ ഒരു പ്രത്യേക ഘടകമാണ്. അപ്പോ അതിന് എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു അത്രത്തോളം നമ്മൾ ഉയരുകയുള്ളൂ. കാരണം ഈ ശക്തിയെപ്പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഞാനിപ്പോ കാണുന്ന ഭർത്താക്കന്മാരോട് പറയാണ്, നമുക്ക് തോന്നും നമ്മൾ എന്തൊക്കെയോ സംഭവങ്ങളാണ്, ഇവരൊന്നും അല്ല എന്നൊക്കെ തോന്നും. ഞാനാണ് നേടിക്കൊണ്ടത്, ഞാനാണ് ജോലി പോയത്, ഞാനാണ് കാശുണ്ടെന്നൊക്കെ തോന്നും. ഇനിയിപ്പോ നാളെ ആരെങ്കിലുമൊക്കെ പുരുഷന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് പറയാണ്, നമുക്ക് തോന്നും ഭയങ്കര സംഭവമാണ്, ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല, ഞാനാണ് മക്കളെ പഠിപ്പിച്ചത്, ഞാനാണ് ഇതാക്കിയത്, ഞാനാണ് വീടുണ്ടാക്കി ഒക്കെ പറയും. പക്ഷേ ഒറ്റ കാര്യമുണ്ട്, നമ്മൾ നമ്മളായി നിലനിൽക്കണമെങ്കിൽ, നമ്മൾ കൃത്യമായി നമ്മുടെ ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഒരു സ്ത്രീയുടെ പങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സ്ത്രീ ചിലപ്പോൾ നിങ്ങൾ അമ്മയാവാം, പെങ്ങളാവാം, ഭാര്യയാവാം, മകളാവാം. ഇതില്ലാതെ
ഒരിക്കലും പോസിബിളേ അല്ല. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചെടുത്തോളൂ, ഒരിക്കലും പോസിബിൾ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പ്രപഞ്ച തത്വമാണ്. ഈ പ്രാപഞ്ചിക തത്വത്തിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് റിസൾട്ടുകൾ ഉണ്ടായിട്ടോ അതെല്ലാം പ്രപഞ്ച സത്യങ്ങളിലൂടെയാണ്, അല്ലാതെ പുതിയതായിട്ട് ആരും കൊണ്ടുവന്നല്ല. ഇവിടെ ഉള്ള തത്വങ്ങളാണ് ഇതെല്ലാം. ഈ തത്വത്തിന് അപ്പുറത്തേക്ക് നമുക്ക് ആർക്കും ചലിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നില്ലെന്ന് മാത്രമാണ്. ആ ശക്തി എപ്പോഴാണോ നമ്മൾ കൂടെ നിർത്തുന്നത് അപ്പോൾ എല്ലാം സംഭവിക്കും. നിങ്ങൾ എല്ലാവരും ദൈവശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നു. എന്താണ് ദൈവിക ശക്തി എന്ന് പറയുന്നത്? അത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? എന്താണ് അതിന്റെ അടിസ്ഥാനം? എവിടുന്നാണ് എവിടെയാണ് എന്താ പറയാ, ഞാൻ അതിൽ പറഞ്ഞ് കുറച്ച് ഇതിലേക്ക് പോകുന്നില്ല. ശക്തി ഉണ്ടായാൽ മാത്രമേ മറ്റൊന്നും അവിടെ ഉള്ളൂ. നിങ്ങൾ ഏത് രീതിയിൽ എടുത്താലും ശരി, നിങ്ങളിപ്പോ ഇരുന്നെടുത്തുനിന്ന് എഴുന്നേക്കണം, വേണ്ടത് എന്താണ്? ശക്തി ഇല്ലാതെ ഒരുത്തിന് എഴുന്നേക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ശക്തി എന്ന് പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്ന സംഭവം. അതില്ലെങ്കിലിക്കല്ല. അപ്പോ കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് പറയേണ്ട, അർദ്ധനാരീശ്വര സത്യങ്ങളൊക്കെ കുറെ പറയേണ്ടി വരും. അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, സ്ത്രീക്ക് നല്ല തുല്യ പരിഗണന കൊടുത്താൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ കുടുംബ ബന്ധം ശരിക്കും മനസ്സിലാക്കി നിൽക്കേണ്ടതാണ് കുടുംബ ബന്ധം. അല്ലാതെ ഒരാളെ കണ്ണടച്ച് സ്നേഹിച്ചാൽ മാത്രം കുടുംബ ബന്ധം സംഭവിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. സ്നേഹം മാത്രമല്ല കുടുംബ ബന്ധം ഉണ്ടാകുന്നത്. സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നാളത്തെ ദുബായ് ക്ലാസ്സിൽ പറയാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. നിങ്ങൾ ഒരാൾക്ക് ഇവിടെ പറയാം, ഒരാൾക്ക് നിങ്ങൾ പൂർണ്ണമായി സ്നേഹം കൊടുത്താൽ അയാൾ നിങ്ങളെ കൂടെ നിൽക്കുമോ? പൂർണ്ണമായി കൂടെ നിൽക്കും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നോ, അത് വളരെ തെറ്റാണ്. അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കില്ല. അവിടെ എല്ലാം ഇപ്പൊ നിങ്ങൾക്ക് മധുരം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലെ? എല്ലാവർക്കും ഇഷ്ടം സാധനമാണ് മധുരം. മധുരം ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ എത്ര സമയം ഇഷ്ടപ്പെടും? എത്ര സമയം കിട്ടും അല്ലെ? നമ്മളിപ്പോ വിചാരിക്കും ഒരു പായസം കുടിക്കണം, ഇന്നിപ്പോ എനിക്ക് പായസം കിട്ടി, പായസം കുടിക്കണം. എത്ര നേരം കുടിക്കും? ഇത് കുടുംബ ബന്ധത്തിലും ഭാഗമാണ്. ഭാര്യ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എത്ര കണ്ട് ഇഷ്ടാവും? സ്നേഹം മാത്രം കൊടുത്താൽ ഭാര്യയാവോ? അല്ലെങ്കിൽ സ്നേഹം മാത്രം കൊടുത്താൽ ഭർത്താവോ? ഇല്ല. അപ്പോ അതിൻ്റെതായ ചേരുവകളുണ്ട്. ആ ചേരുവകൾ അറിഞ്ഞു കൊടുക്കണം. ചെയ്യേണ്ട സമയത്ത് ചേരുവകൾ ചേർക്കേണ്ട സമയത്ത് ചേർത്തില്ലെങ്കിൽ ഉണ്ടാവില്ല. ദോശ ചുടുന്നതിന് മുമ്പ് ഉപ്പിടണോ, ദോശ ചുട്ടതിന് ശേഷം ഉപ്പിടണോ എന്ന് വെച്ചാൽ ദോശയിൽ ഉപ്പ് വേണമെന്ന് മാത്രമേ ഭർത്താവ് പറയുള്ളൂ. അപ്പോ ദോശ ചുട്ടിട്ട് എന്നാ ഉപ്പും കൂടി പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്താൽ നടക്കുമോ? ഇല്ലല്ലോ. ദോശ അരക്കുമ്പോ തന്നെ ഉപ്പിടണം എന്നുള്ളത് ചേരേണ്ട സമയത്ത് തന്നെ ചേരണം, അല്ലാതെ ഈ സാധനം വർക്ക് ചെയ്യില്ല. അപ്പൊ ദാമ്പത്യ ബന്ധത്തിൽ കുടുംബ ബന്ധത്തില് കുടുംബ കാര്യങ്ങളെ, കുടുംബ ജീവിതത്തെ പറ്റി ശരിക്കും അറിയണം, മനസ്സിലാക്കണം. അത് കുടുംബം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവ് മാത്രമുള്ളതല്ല, അതിനപ്പുറത്തും ഉണ്ട്. നമ്മുടെ കുട്ടികളുണ്ട്. കുട്ടികൾ എങ്ങനെ നോക്കണം, കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, കുട്ടികളോട് എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല എന്നൊക്കെ അറിയണം. നമ്മളെന്താ ചെയ്യുന്നത്? കുട്ടികളെ അൺകണ്ടീഷൻ അങ്ങനെ സ്നേഹിക്കുക. അവനെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെ, അവനെങ്ങനെ രക്ഷപ്പെട്ടെ, അങ്ങനെ രക്ഷപ്പെട്ടില്ല. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. തള്ളക്കോഴി എങ്ങനെയാണോ കോഴീനെ വളർത്തുന്നത് അതുപോലെ വളർത്തിയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ പറക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കാതെ നമ്മൾ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം. ഇതൊന്ന് മനസ്സിലാക്കാൻ പോകാനുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്നുള്ള ക്ലാസ് നമ്മൾ ഉടനെ തുടങ്ങുന്നു. അത് നിങ്ങളാണ് താല്പര്യപ്പെടുത്തി വരേണ്ടത്. എത്ര പേർക്ക് വേണം അത്ര പേര് രജിസ്റ്റർ ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് ലൈഫ് നമ്മുടെ സീക്രട്ട് ഓഫ് ലൈഫ് സക്സസ് ലൈഫിന്റെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ റിലേഷൻഷിപ്പ് ക്ലാസ് തുടങ്ങും. ലൈവ് ആയിരിക്കും ക്ലാസ്. എല്ലാ ആഴ്ചയിൽ 2-3 ദിവസം ലൈവായിട്ട് ക്ലാസ് ആയിരിക്കും. നിങ്ങൾ കുടുംബത്തോടു കൂടി വരണം എന്നാണ് അറിയുന്നത്. അപ്പൊ അത്രയും മാത്രമേ ഉള്ളൂ. മറ്റ് സന്ദേശങ്ങളൊക്കെ നമുക്ക് മറ്റൊരു സമയത്തിൽ പറയാം. താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. കുറേ സമയം നിങ്ങളെല്ലാം ഇരുന്നു. നന്ദി. ഞങ്ങൾ പോയിട്ട് പുറത്ത് പോയി പുട്ടടിക്കാനുള്ള സ്പോൺസർഷിപ്പ് അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഇന്നലെ ആള് പോയിട്ട് ഡയമണ്ട്, നമുക്ക് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ഡയമണ്ട് കിട്ടിയത് പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഒരു ഡയമണ്ട് പെൻഡലം പെൻഡന്റ് കിട്ടിയത് പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു എന്താ പറയാ, ഒരു ലക്കി ഡ്രോ അടിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതുവരെ ഞങ്ങൾ ലൈഫിൽ അടിച്ചിട്ടില്ലായിരുന്നു. നമ്മളതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ലോട്ടറിയെ പറ്റിയൊക്കെ പറഞ്ഞുതരാൻ സന്ദേശം ഞങ്ങൾക്കും അടിച്ചു. ഡയമണ്ട് പെൻഡന്റ് ആയിരുന്നു. ആ പെൻഡന്റ് വാങ്ങിച്ച് ഇങ്ങനെ പുള്ളി പെൻഡന്റ് കൊണ്ട് നടക്കണം. അപ്പൊ പുള്ളിയുടെ കയ്യിലുള്ള മാല കുറച്ച് വലുതാണ്. ഈ ഡയമണ്ട് പെൻഡന്റ് ഇടാൻ പറ്റിയ നാളില്ല. അങ്ങനെ ഇന്നലെ പോയിട്ട് മാലയും മേടിച്ചു. ചെറിയ മാലയാണ്, മാലയും മേടിച്ചു വെച്ചു. ഡയമണ്ട് പെൻഡന്റ് ഇടാൻ വേണ്ടി മാത്രമായിട്ട് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്നാ പറഞ്ഞ എനിക്ക് കിട്ടിയ ഒരു ഷർട്ട് കേട്ടോ. എനിക്ക് നല്ല അടിപൊളി എന്റെ ഷർട്ട് നല്ലല്ലേ? അടിപൊളി ഷർട്ടല്ലേ?
ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ എനിക്ക് ഭക്ഷണം മേടിച്ചു തരാന്നുള്ള പരിപാടിയാണ്. അപ്പൊ ഭക്ഷണം മേടിക്കുന്നു. അപ്പൊ ഞാൻ പോട്ടെ കേട്ടോ. ശരി, അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഇത്രയും സമയം നമ്മുടെ എല്ലാവരുടെയും കൂടെ സ്പെൻഡ് ചെയ്തതിന് രണ്ടുപേർക്കും ഒരുപാട് വളരെയധികം സാർ മംഗളഗാനം പാടിക്കോട്ടെ സാറേ, ഒരു മംഗളഗാനം പാടിക്കോട്ടെ. സാറേ നേരുന്നു മംഗളങ്ങൾ നേരുന്നു. ഒരു മംഗളഗാനം പാടട്ടെ. മംഗളം നിറകുടമായ ഗിരീഷാറിന് മംഗളം, ദീപമായി വിളങ്ങുന്ന ശ്രീകുട്ടിക്കും മംഗളം. സ്വപ്നത്തിന്റെ ജീവിതം നയിച്ചു, ഞങ്ങൾ നെയ്ത് ജീവിച്ചു. ഞാൻ തന്നെ എഴുതിയാന്നേ. താങ്ക് യു. ബാക്കി നിങ്ങൾ വാട്സാപ്പിൽ പാടി കേട്ടോ. വാട്സാപ്പിൽ പാടി ഗ്രൂപ്പിൽ പാടി കേട്ടോ. എല്ലാവരും മെമ്പർഷിപ്പിന്റെ കാര്യം എല്ലാവരും മറക്കണ്ട. പിന്നെ അവസാനം ഗ്രൂപ്പിൽ പാടാക്കാൻ നിൽക്കണ്ട. താങ്ക് യു.